നമ്മുടെ ഈ ഒരു സെഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഹോർത്തൂസിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ ഈ സെഷനിലാണുള്ളത്. അത് റൗളാണ്. കൊച്ചിയിലും പത്തനംതിട്ടയിലും ആയിട്ട് വേരുകളുള്ള റൗളിന് 16 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഒരു AI ബേസ്ഡ് ആയിട്ടൊരു കമ്പനിയും സ്ഥാപിച്ചു. സ്വയം AI ഒരുപാട് പ്രസംഗങ്ങളും മറ്റ് പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. AI കിഡ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. റൗളിനോട് തന്നെ ആദ്യത്തെ ചോദ്യം. റൗൾ റൗൾ ഉൾപ്പെടുന്ന ഒരു ജനസമൂഹം, ജെൻസി എന്ന് പറയുന്ന ജനസമൂഹമാണ് ഇന്ന് AI പല പല കമ്പനികൾ സ്ഥാപിച്ചു. സ്കെയിൽ AI പോലെ കമ്പനികൾ സ്ഥാപിച്ചു. നിങ്ങൾ വളരെ മുന്നിലാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ഉയർന്ന ഒരു ടെക്നോളജി എന്ന നിലയിൽ നിങ്ങൾക്കാണ് കൂടുതൽ ആക്സസ്. അപ്പോൾ ഈ AI എന്ന സാങ്കേതികവിദ്യ റൗൾ മാത്രമല്ല, റൗൾ ഉൾപ്പെടുന്ന ആ ഒരു ജെന്നിസെഡ് സമൂഹം എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കാനും സമീപിക്കാനും ഇഷ്ടപ്പെടുന്നത്? ഏത് വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ആർക്കും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അത് ഇപ്പൊ ജസ്റ്റ് ഹോംവർക്ക് എഴുതിപ്പിക്കാൻ മുതല് കമ്പനിയിലാണെങ്കിൽ എവിടെ വേണേലും നമുക്ക് AI ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളെങ്ങനെ അത് കാണുന്നത് വെച്ചാൽ ആരെയും ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനെ ഉപയോഗിക്കണം. ഓരോ ആൾക്കാർ യൂട്യൂബിൽ പോയി കാണുമ്പോൾ അല്ലെ സ്വന്തമായിട്ട് ഉപയോഗിച്ചിട്ട് മനസ്സിലാകുന്നത്, ഓ ChatGPT പടം ഉണ്ടാക്കാൻ പറ്റുമോ, ChatGPTക്ക് ഇത് എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഒരു കാലത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അല്ലെ, എൻ്റെ ഒരു ഏജിൽ കുട്ടികളെ അറ്റ്ലീസ്റ്റ് അറിയത്തില്ല ദാറ്റ് നമ്മുടെ തന്നെ ബ്രെയിൻ ഉപയോഗിക്കാതെ ജസ്റ്റ് ChatGPT ഉപയോഗിക്കും, റൈറ്റ്? ഹോംവർക്ക് ചെയ്യാനാണെങ്കിലും എന്താ ഞാനും ചെയ്യാറുണ്ട്. ബട്ട് റിലൈയിങ് ഓൺ AI ടു മച്ച്, റൈറ്റ്? AI എല്ലാ കാര്യത്തിനും കുറച്ചുകൂടി ഉപയോഗിക്കാൻ തുടങ്ങുന്നു, ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നു. അത് ചെയ്യാൻ പാടില്ല എന്നൊരു മെസ്സേജ് ഇല്ല. സോ ഇപ്പോഴത്തെ മിക്ക കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഫുള്ളി യൂസിങ് AI. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ബാഡ് തിങ്, അതൊരു ചീത്ത കാര്യമാണെന്നല്ല. പക്ഷേ ഫുള്ളി അതിനകത്ത് ഒരിക്കലും റിലൈൻഡ് ആകാൻ പാടില്ല. അത് AI ആണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ വി ഷുഡ് ബി സെൽഫ് സഫിഷ്യൻറ്റ്. ഒരു കാര്യത്തിന് അത്ര റിലയൻഡ് ആയാൽ ദെൻ അത് പോയാൽ പിന്നെ എന്താ ഉപയോഗം, റൈറ്റ്? സോ ഇപ്പൊ പഴയ കാലത്ത് പറയത്തില്ലാന്നോ, നീ ഒരു ദിവസം ഗൂഗിൾ ഇല്ലെങ്കിൽ നീ എന്ത് അറിയും, റൈറ്റ്? സ്വന്തമായിട്ട് പഠിച്ചാലേ പറ്റൂ. അല്ല കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ നീ തന്നെത്താനെ എങ്ങനെ മാത്സ് ചെയ്യും? അപ്പൊ പഠിക്കണം, റൈറ്റ്? അപ്പം സിമിലർ ടു ദാറ്റ് ഈസ് വെരി മച്ച് AI. അപ്പൊ പക്ഷെ ഇപ്പോഴത്തെ ആ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ബിഫോർ, AI ഉണ്ടായതുകൊണ്ട് അതെന്തേലും ഉപയോഗിക്കും, ഞാനും ഉപയോഗിക്കും. പക്ഷെ നമ്മുടെ ഒരു എത്ര AI ഉപയോഗിച്ചാലും വി ഷുഡ് നോട്ട് ഫർഗെറ്റ് ടു ബി ഹ്യൂമൻസ്. താങ്ക് ആ യു. ഒരു കാര്യം എല്ലാവരും അറിയണം. അടുത്ത ചോദ്യം ഡോക്ടർ ജിജോയോടാണ്. ഇപ്പോൾ AI സംബന്ധിച്ച് എന്ത് സംസാരം ഉണ്ടായാലും ആദ്യം പറയുന്നത് AI ഒരു ജോലി കളയുന്ന ഒരു ടെക്നോളജിയാണ്. അതായത് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന പല ജോലികളും, ക്രിയേറ്റീവ് ജോലികൾ ഉൾപ്പെടെ അതിലേക്കെല്ലാം കടന്നു കയറി ഒരു വൻ രീതിയിൽ ഒരു മാസ് ലേ ഓഫിനും തൊഴിലില്ലായ്മയ്ക്കും ഒക്കെ ഇടവരുത്താവുന്ന ഒരു ടെക്നോളജിയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ട്? തൊഴിൽ നഷ്ടം ഒരു വ്യാവസായിക വിപ്ലവം വന്ന കാലം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ തൊഴിൽ നഷ്ടം ഉണ്ടാവും എന്ന് പറയാറുണ്ടെങ്കിലും ആ സാങ്കേതിക വിദ്യ കുറച്ചാൾക്കാരെ ജോലി കളയും എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിൽ കൂടുതൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് വയ്ക്കുന്നത്. പക്ഷേ ഇപ്പോൾ കാണുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ആണെന്ന വ്യാജേന നിരവധി കമ്പനികൾ പതിനായിരക്കണക്കിന് ആൾക്കാരെ ലേ ഓഫ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ AI ഒരു പുതിയ സാങ്കേതികവിദ്യ അല്ല. ഏകദേശം 80-90 വർഷത്തോളം പഴക്കമുള്ളതെന്നാണ്. പക്ഷേ ഈ 2020 ശേഷം വന്ന ഒരു വലിയ കുതിച്ചു ചാട്ടത്തിൻ്റെ ഒരു ഫലം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്താത്ത ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 15-20 വർഷം മുന്നേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ് ചിലപ്പം ഉണ്ടായിരുന്നില്ലായിരിക്കും. ഇന്ന് പക്ഷേ എല്ലാ സെലിബ്രിറ്റീസിനും അല്ലെങ്കിൽ അതുപോലെ എല്ലാ മേഖലകളിലും അങ്ങനത്തെ ആൾക്കാരുണ്ട്. എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഒരു ഹ്യൂമൻ AI ഇൻറ്ററാക്ഷൻ മാനേജർ എന്നോ ഒക്കെ പറയുന്ന ഒരു പോസ്റ്റുകൾ, അതുപോലെയുള്ള പുതിയ തസ്തികകൾ ഉണ്ടായേക്കാം. മറ്റൊന്ന്, ഇതിനാവശ്യമുള്ള സ്കില്ലുകളോ അല്ലെങ്കിൽ AI സാങ്കേതികവിദ്യ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്ക് ജോലി കിട്ടാത്ത അവസ്ഥയും ഉണ്ടായേക്കാം. അപ്പോൾ അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു 2028-30 ആയിക്കഴിഞ്ഞാൽ മിക്കവാറും എന്തായിരിക്കും വരാൻ പോവുക എന്ന് പറയാൻ പറ്റുള്ളൂ. പല IT കമ്പനികളും ഇപ്പം മാസ് ലേ ഓഫിങ് നടത്തി. ഒരു ലേ ഓഫുകൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഈ AI ആണ് അതിനൊരു കാരണമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ അതൊരു ഒരു ലൂമിങ് ത്രെറ്റ് തന്നെ അല്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും റീപ്ലേസബിൾ ജോബ്സ് എല്ലാം അങ്ങനെ ആവുന്നുണ്ട്. എൻട്രി ലെവൽ ജോലികൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. റിപ്പറ്റേറ്റീവ് ടാസ്ക്, അതായത് ആവർത്തിച്ച് ചെയ്യേണ്ട ജോലികൾ റോബോട്ടുകളെ കൊണ്ടോ അല്ലെങ്കിൽ ടെക്നോളജി കൊണ്ട് മാറ്റാവുന്ന ജോലികളൊക്കെ ഇല്ലാതാവുന്നുണ്ട്. അപ്പോൾ എൻട്രി ലെവൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ
ഇത് മാനേജ് ചെയ്യാൻ അറിയാവുന്ന, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് കമ്പനിക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മുകളിലേക്ക് പോകാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഹയർ ലെവൽ സ്കിൽസ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ജോലി പോകാനോ കിട്ടാതിരിക്കാനോ ഉള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അടുത്ത ചോദ്യം മാസ് സാറിനോടാണ്. മാസ് സാറ് ഒരു അരനൂറ്റാണ്ടോളം പത്രപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. മനോരമയുടെ ഏറ്റവും എഡിറ്റോറിയൽ വിഭാഗത്തിലെ ഏറ്റവും ഉയർന്ന തസ്തികയിലേക്ക് എത്തുകയും ന്യൂസ് റൂമിനെ നേരിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് എ സംബന്ധിച്ച് മറ്റൊരു വലിയൊരു പ്രശ്നം വ്യാജ വാർത്തകൾ ആണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പല വീഡിയോകൾ ഇറങ്ങി, തുറമുഖങ്ങൾ ആക്രമിക്കുന്നതിൻ്റെയും മിസൈലുകൾ പറക്കുന്നതിൻ്റെയൊക്കെ. പക്ഷെ അതെല്ലാം തന്നെ പിന്നീട് മനസ്സിലായി അതൊക്കെ AI സൃഷ്ടിയാണ്. അങ്ങനെ ഒരു AI ഉപയോഗിച്ച് നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വീഡിയോയും സൃഷ്ടിക്കാന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ഈ വ്യാജ വാർത്താ പ്രചാരണത്തിൽ അതൊരു വലിയ പ്രശ്നമായി വരില്ലേ? സാമൂഹ്യ മാധ്യമങ്ങളും കൂടെ കൂടുമ്പോൾ അത് ജനങ്ങൾ വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കാൻ അതിന് പറ്റില്ലേ? അതൊരു ഭീഷണിയല്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും AI സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്ന് അതാണ്. വാർത്തകൾ, പടങ്ങൾ, വീഡിയോകൾ ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനും അത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു വലിയ ഭീഷണിയാണ്. അത് പക്ഷേ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈ വ്യാജ വാർത്തകളിലൂടെ ജനങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളത് AI വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു രീതിയാണല്ലോ. നമുക്കറിയാം, സെക്കൻഡ് വേൾഡ് വാറിലെ ഗീബൽസിൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. പക്ഷേ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഒറിജിനലുമായിട്ട് ഒരു വ്യത്യാസവുമില്ലാത്ത ഡീപ്പ് ഫേക്ക് ഉണ്ടാക്കാനുള്ള ആ ഒരു കഴിവ് അത് AIയെ വേറിട്ട് നിർത്തുന്നു. പക്ഷേ അത് തിരിച്ചറിയാനായിട്ട് ഒരുപക്ഷെ ഈ പടങ്ങളാണെങ്കിൽ പടങ്ങൾക്കകത്ത് ലൈറ്റിൻ്റെ വിന്യാസം ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നോക്കിയിട്ട് ആളുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ AI ഉപയോഗിച്ച് തന്നെ ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോയിലെ തെറ്റുകൾ, കുറവുകൾ കറക്റ്റ് ചെയ്ത് അത് വീണ്ടും സ്പ്രെഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരമെന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ റെഗുലേറ്ററി സംവിധാനങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുക എന്നുള്ളതാണ് മാർഗം. അത് എനിക്ക് പറയാനുണ്ട്. തീർച്ചയായിട്ടും അതൊരു വെല്ലുവിളി തന്നെയാണ്. സർക്കാർ AI കാര്യത്തിൽ ഇടപെടരുതെന്ന് ഒരു വാദമുണ്ട്. AI ഒരു ഫ്രീ ടെക്നോളജിയായി നിലനിൽക്കണമെന്നും സർക്കാർ അതിലെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരരുതെന്നും വാദിക്കുന്നവരുണ്ട്. അത് അപ്പോൾ സർക്കാർ നിയന്ത്രണം അത് സർക്കാരിൻ്റെ ഇഷ്ടങ്ങൾക്കും അജണ്ടകൾക്കും AIയെ ദുരുപയോഗം ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് മാറത്തില്ലേ സർക്കാർ നിയന്ത്രിച്ചാൽ? തീർച്ചയായിട്ടും അത് ഇതിൻ്റെ വേറെ ഒരു ആസ്പെക്റ്റാണ്. കാരണം ജനങ്ങളുടെ പ്രൈവസിയെ ബാധിക്കുന്നു. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ സർവൈലൻസ്, ഗവൺമെൻറ്റിനെതിരായിട്ട് അഭിപ്രായം പറയുന്നവരെ നിയന്ത്രിക്കുന്നു. അങ്ങനെ ഉള്ള വേറെ ഒരു ഡേഞ്ചറുമുണ്ട് അതുപോലെ തന്നെ. പക്ഷേ ഒരു റെഗുലേഷൻ ഇല്ലെങ്കിൽ അത് ഒരു വലിയ അപകടത്തിലേക്ക് ചിലപ്പോൾ നയിച്ചേക്കാം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. രാഹുൽ തന്നെ നേരത്തെ പറഞ്ഞു എല്ലാത്തിനും ChatGPT ഉപയോഗിക്കുന്നുള്ള ഒരു ജനറേഷൻ ഉണ്ടെന്ന്. അത് സ്വാഭാവികം ശരിയാണ്. അതായത് പണ്ട് കാലത്ത് ഹോംവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി പുസ്തകം നോക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റെഫറൻസ് ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടാണ് ആളുകൾ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ChatGPTയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എഴുതുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വരുന്നു. അത് നമുക്ക് പകർത്തി എഴുതാൽ മതി. അപ്പം പൊതുവേ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗവേഷണം ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക, പല കാര്യങ്ങൾ നോക്കിയിട്ട് അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക, അങ്ങനെയൊക്കെയുള്ള കഴിവുകളുണ്ട്. അത് ആ ഒരു കഴിവുകൾ ഈ AI കാരണം നിങ്ങളുടെ ഈ ഒരു സമൂഹത്തിന്, ജെൻസി സമൂഹത്തിൽ കുറയുന്നതായിട്ട് അനുഭവപ്പെട്ടുണ്ടോ? എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നോ. ബിക്കോസ് അത് നമ്മുടെ ഒരു എങ്ങനെ നമ്മൾ എന്ത് സാധനം ഉപയോഗിക്കുന്നു. ഇപ്പൊ ഗൂഗിളിൽ പോയി അല്ലെങ്കിൽ ലേബർ ഇന്ത്യ, റൈറ്റ്, ലേബർ ഇന്ത്യ നോക്കിയിട്ട് കുറെ ആൾക്കാർ കോപ്പി അടിക്കുന്ന അതൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് അപ് ടു അസ് ഹൗ വി ഡു ഇറ്റ്. അത് AI കാരണം ആകണമെന്നില്ല. പക്ഷേ ഇപ്പം സാർ മുമ്പ് പറഞ്ഞല്ലോ, ജോലി എടുക്കുന്ന കാര്യമാണെങ്കിലും ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും നമുക്ക് ബേസിക് നമ്മുടെ തന്നെ ഒരു നോളജ് വേണം. ഇപ്പം AIക്ക് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തന്നെ ഒരു നോളജ് വേണം. അത് കുറച്ചാൾ മുമ്പ് കമ്പ്യൂട്ടേഴ്സ് ഞാൻ ഉണ്ടാകാത്ത ആ ഒരു സമയത്ത് പോവുകയാണെങ്കിലും ആ ഒരു ഗ്യാപ്പ് ടൈമിൽ കുറേ ജോലികൾ പോയി കമ്പ്യൂട്ടേഴ്സ് വന്നപ്പം. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കമ്പനീസ് എന്താ? ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്. ഈ കമ്പനീസ് എന്ത് കമ്പനീസാ?
കമ്പ്യൂട്ടർ കമ്പനീസ്, റൈറ്റ്? ആ കമ്പ്യൂട്ടേഴ്സ് കമ്പനീസിന്റെ കാരണം മാത്രം ഇപ്പൊ എത്ര ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. സിമിലർലി ഐ ബിലീവ് എ ഐയുടെ ഒരു കാലത്ത് അതാ വൈ ആം സേയിങ് ഇസ് ദാറ്റ് ഇപ്പൊ നമുക്ക് കുറെ ജോലികൾ പോകും, പക്ഷെ കുറെ ജോലികൾ കിട്ടും. പക്ഷെ കിട്ടുന്ന സമയത്ത് നമുക്ക് എ ഐ ഉപയോഗിക്കാൻ എന്തായാലും അറിയണം. പക്ഷെ വിത്ത് ദാറ്റ് ആർ ക്രിയേറ്റിവിറ്റി ഓൾസോ ഷുഡ് ബി യൂസ്ഡ്. ഈ ഒരു 10 ഇയേഴ്സിൽ കുറെ ജോലി പോകും, കുറെ ജോലി നമുക്ക് കിട്ടത്തില്ല. ആ ഒരു സമയത്ത് ദ ബെസ്റ്റ് തിങ് വി ക്യാൻ ഡു ഇസ് എ ഐ വിൽ നോട്ട് ടേക്ക് യുവർ ജോബ്, ബട്ട് സമ്മൺ യൂസിങ് എ ഐ വിൽ. അത് എല്ലാവരും മനസ്സിലാക്കണം. ബിക്കോസ് ഇവിടെ എത്ര ആൾക്കാരുണ്ടെങ്കിലും നിങ്ങൾ എന്ത് പണി ചെയ്യുവാണെങ്കിലും എ ഐ ഉപയോഗിക്കണം. എ ഐ ഉപയോഗിച്ചാൽ ഇറ്റ് വിൽ ഡു ദ സെയിം തിങ് വേ ഫാസ്റ്റ്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ഇപ്പം നമ്മുടെ 10ാം ക്ലാസ് വരെ നമുക്ക് കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല മാത്സിൽ. പക്ഷെ +1 +2 ഞാൻ +1 കണ്ട തോന്നത്തില്ല, പക്ഷെ ഞാൻ +1 പക്ഷെ +1 മുതൽ നമുക്ക് കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിക്കാം. അത് കേട്ടപ്പോൾ അതെല്ലാം ആശ്വാസമായിരുന്നു. ബിക്കോസ് മാത്സിൽ എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു. പക്ഷെ പക്ഷെ അത്രയും നാൾ എനിക്ക് തന്നെത്താനെ മാത്സ് പഠിക്കേണ്ട ആവശ്യം വന്നു, റൈറ്റ്? അതുപോലെ തന്നെ ആയിരിക്കണം എ ഐ. എ ഐ ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിരിക്കണം. ലെറ്റ്സ് ഒരു 10ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് സെപ്പറേറ്റ് ആയിരിക്കണം. പക്ഷെ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞു കൊടുക്കണം എങ്ങനെ രണ്ടും ഉപയോഗിക്കാൻ പറ്റും, രണ്ടും. അപ്പം 2 ഇന്റലിജൻസും ഉപയോഗിക്കണം. അതാണ് വാട്ട് ഐ ഫീൽ എല്ലാരും ചെയ്യേണ്ടത്. ബട്ട് ആരും പക്ഷെ ചെയ്യത്തില്ല, നമുക്കൊരു ഇൻക്ലൂഡിങ് കാൽക്കുലേറ്ററുമായിട്ട് എ ഐ ഉപയോഗിക്കാൻ പറ്റുമോ? കാൽക്കുലേറ്റർ നമ്മുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ്, ഒരു ഉപകരണമാണ്. യെസ്. പക്ഷെ എ ഐ അങ്ങനല്ല. എ ഐ കുറച്ചും കൂടി നമ്മളെ മനസ്സിലാക്കി അൽഗരിതങ്ങളിലൂടെ നമ്മളിലേക്ക് ഞാൻ കടന്നു കയറാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ടെക്നോളജിയാണ്. ഒരു കുഞ്ഞ് എക്സാമ്പിൾ തരാം. വാട്ട് ഈസ് എ ഐ? എ ഐ എന്ന് പറഞ്ഞാൽ നമ്മളെ മിമിക് ചെയ്യാൻ നോക്കുന്നത്, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും, റൈറ്റ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പക്ഷേ ഇപ്പൊ സാറ് തന്നെ മുമ്പ് രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറെ നാളായിട്ട് എ ഐ ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ യൂട്യൂബിൽ കിട്ടുന്നതാണെങ്കിലും ഓട്ടോ കറക്റ്റ് ആണെങ്കിലും എ ഐ ആൽഗരിതംസ് കുറെ നാളുണ്ട്, ഇൻക്ലൂഡിങ് സോ കാൽക്കുലേറ്റേഴ്സ്. എ ഐ ഇസ് ഓൾ അബൌട്ട് പ്രിഡിക്റ്റിംഗ്. അടുത്ത ടെക്സ്റ്റ് എന്താ വരുന്നത്, അടുത്ത പടത്തിനകത്ത് അടുത്ത പിക്സൽ എന്താ വേണ്ടേ, വീഡിയോനകത്താണെങ്കിൽ അടുത്ത എ ഐക്ക് വീഡിയോസും ഉണ്ടാക്കല്ലോ, അടുത്ത ഫ്രെയിം എന്താ വേണ്ടേ പ്രെഡിക്റ്റ് ചെയ്യുക. നമുക്ക് യൂട്യൂബിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എങ്ങനത്തെ ഇപ്പം എൻ്റെ യൂട്യൂബ് പറയുന്ന ഫുൾ എ ഐ വീഡിയോസ് ആയിരിക്കും. അത് എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് അങ്ങനെ ആയോണ്ട്, റൈറ്റ്? നൗ കമ്മിങ് ടു കാൽക്കുലേറ്റേഴ്സ് ആർ വെരി സിമിലർ ടു എ ഐ ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ തന്നെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്, നമ്മൾ തന്നെയാണ് എന്താ വേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. കാൽക്കുലേറ്റേഴ്സിൽ 1+1 നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനകത്ത് റിലേ ചെയ്യുന്നത്. എ ഐനകത്തും ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഒരു വലിയ ആൽജിബ്ര വായിക്കാൻ പോലും പറ്റാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും, അതെടുത്ത് നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇപ്പോഴും ChatGPT ഉപയോഗിക്കും. ഐ എം നോട്ട് ഗോയിങ് ടു ബി ലൈക്ക് ഞാൻ ഉപയോഗിക്കാറില്ല, ഞാൻ നല്ല നന്മകളി അല്ല, ഞാൻ ഉപയോഗിക്കും ഹോംവർക്ക് ചെയ്യാൻ. പക്ഷെ ഞാൻ ചെയ്യുമ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ ആൻസർ കിട്ടിയെന്ന് ഞാൻ പറയും. അത് കാൽക്കുലേറ്ററിന് ഒരിക്കലും പറ്റത്തില്ല. സോ ഐ ഫീൽ ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. എയും വിദ്യാഭ്യാസവും എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ കൂടുതൽ നമുക്ക് ഉൾക്കാഴ്ച തരാൻ പറ്റിയ ആള് ഡോക്ടർ ജിജോയാണ്. അദ്ദേഹം ഒരു അക്കാഡമിക്കാണ്. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ്, തീസിസ് എഴുതാൻ വരെ ChatGPTയും ഗ്രോക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് എങ്ങനെ ഈ എ ഐയെ ഗുണകരമായി വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാം? നമ്മളിപ്പോൾ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എഴുതുന്നതിനേക്കാളും കൂടുതൽ കണ്ടന്റ് എ ഐ ജനറേറ്റ് ചെയ്യുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. നമ്മൾ നടത്തുന്നതിനേക്കാളും കൂടുതൽ സെർച്ച് എ ഐ ഏജൻസ് നടത്തുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ചോദ്യത്തിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവൾ കാൽക്കുലേറ്ററിൻ്റെ കാര്യം പറഞ്ഞു. ലോകം മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ലോഗരിതം ആണ്. ഈ ലോഗരിതം എന്ന് പറയുന്ന ആ ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയില്ല, മാത്തമാറ്റിക്കൽ ടൂള് കണ്ടുപിടിച്ചതാണ് ബ്രിട്ടീഷുകാരെയും അല്ലെങ്കിൽ യൂറോപ്യൻസിനെ ലോകം കീഴടക്കാനായിട്ട് പ്രേരിപ്പിച്ച അല്ലെങ്കിൽ സഹായിച്ച ഒരു വലിയ ഘടകം. അപ്പോൾ ലോഗരിതം അറിഞ്ഞ് കാൽക്കുലേഷൻ നടത്താൻ കഴിയുന്ന ഒരാൾക്ക് പിന്നീട് കാൽക്കുലേറ്റർ ആയാലും കമ്പ്യൂട്ടർ ആയാലും എ ഐ ആണെങ്കിലും ഭാവിയിൽ യൂസ് ചെയ്യാനായിട്ട് വളരെയധികം സാധിക്കും. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ലോഗരിതം പോലെ ഗണിതശാസ്ത്രത്തിലെയും സ്റ്റാറ്റിസ്റ്റിക്സിലെയും പല അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മെഷീൻ ലേണിംഗ് ഇപ്പം നമ്മൾ എത്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, പണ്ട് നമ്മൾക്ക് പല നിയമങ്ങളുണ്ട്. ഇപ്പോൾ സ്കൂളിൽ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും മറ്റ് വിഷയങ്ങളിലെയൊക്കെ നിയമങ്ങളും തത്വങ്ങളും തത്വശാസ്ത്രങ്ങളും നമ്മൾ പഠിക്കും. അത് മനുഷ്യന് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കമ്പ്യൂട്ടറുകളെ കൊണ്ട് പണിയെടുപ്പിക്കാം എന്ന് അലൻ ട്യൂറിങ്ങും മറ്റും പറഞ്ഞതിൻ്റെ പുറത്താണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ വന്നതും എ ഐ സാങ്കേതിക വിദ്യ വന്നതും. അപ്പോൾ അത്തരം അൽഗോരിതങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ കമ്പ്യൂട്ടർ കോഡ് വഴി ചെയ്തിരുന്ന കാര്യം ഇപ്പോൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അറിവിൻ്റെ ഒരു സാങ്കേതിക വിദ്യ ആയിരുന്നെങ്കിൽ അത്
2010 ശേഷം ഡാറ്റയുടെ ഒരു സാങ്കേതിക വിദ്യയായിട്ട് മാറി. അപ്പോൾ ഡാറ്റ കൊടുത്താൽ ഈ നിയമങ്ങളൊക്കെ കമ്പ്യൂട്ടർ തന്നെ അതിൽ നിന്നും സ്വയം പഠിച്ചെടുത്ത് പ്രവചനങ്ങൾ അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് നടത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. അപ്പം ശാസ്ത്രത്തിൽ അത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ തീസിസ് എഴുതുന്നതോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് നമ്മളിപ്പോൾ കാണുന്ന AI 2020 ശേഷം ഉണ്ടായതല്ല എന്ന് നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ഒക്കെ നോബൽ സമ്മാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലെല്ലാം മെഷീൻ ലേണിങ്ങോ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെ ഡാറ്റ അനലിറ്റിക്സ് ഉണ്ട്. അത് ഗ്രാവിറ്റേഷണൽ വേവ്സ് കണ്ടുപിടിച്ചാണെങ്കിലും എക്സ്ട്രാ പ്ലാനറ്റുകളെ കണ്ടുപിടിച്ചതാണെങ്കിലും, പിന്നെ കഴിഞ്ഞ വർഷത്തെ കെമിസ്ട്രി നോബൽ പ്രൈസ് പ്രോട്ടീൻ മോഡലിംഗ് നടത്തിയ ടീമിനാണ്. ഇപ്പോൾ പ്രോട്ടീൻ മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കെമിക്കൽ സ്ട്രക്ചർ, ഒരു പ്രോട്ടീൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. വർഷങ്ങളെടുത്തിട്ടാണ് ഒരു മോഡൽ ഉണ്ടാക്കുന്നതും അത് വെച്ചിട്ട് ഒരു മരുന്നുണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഡ്രഗ് ഡിസൈനൊക്കെ ചെയ്തിരുന്നത്. അത് ഒരു പ്രോട്ടീനല്ല, 200 മില്യൺ പ്രോട്ടീനുകൾ ഡിസൈൻ ചെയ്യുന്ന ആൽഫഫോൾഡ് എന്ന് പറയുന്ന അൽഗോരിതം ഗൂഗിളിൻ്റെ ലാബിലുണ്ടാക്കി. ഇപ്പോഴത്തെ ഒരു പ്രവണത എന്ന് പറയുന്നത് മികച്ച തലച്ചോറുകളെ മുഴുവനും കമ്പ്യൂട്ടർ ജയൻസ് ഹയർ ചെയ്ത് കൊണ്ടുപോയി അവരുടെ കമ്പനിയിൽ ജോലി കൊടുത്ത് അവരെ കൊണ്ട് ഭാവി ശാസ്ത്രം ചെയ്യിക്കുന്ന ഒരു അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ പക്ഷേ AIക്ക് നേരത്തെ പറഞ്ഞ പോലെ ധാരാളം പിറ്റ് ഫോൾസ് അല്ലെങ്കിൽ ന്യൂനതകളുണ്ട്. ഈ ന്യൂനതകൾ പരിഹരിക്കാൻ അവർ ചെയ്യുന്നത് തലയുള്ള ആൾക്കാരെ, ഉദാഹരണത്തിന് ഒരു ഇന്ത്യക്കാരനെ അവർ ഹയർ ചെയ്തുകൊണ്ട് പോയത് $100 മില്യൺ പാക്കേജ് കൊടുത്തിട്ടാണ്. അദ്ദേഹം IIT ഖരഗ്പൂർ ഇൻ്റഗ്രേറ്റഡ് മാത്തമാറ്റിക്സ് പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോസിനെ ഹയർ ചെയ്ത് 200 മില്യൺ കൊടുത്തിട്ടാണ്. എന്തിന്? മനുഷ്യൻ എവിടെയാണോ അല്ലെങ്കിൽ AI എവിടെയാണോ പരാജയപ്പെടുന്നത് അത് പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്നു. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യനും AIയും കൂടെ ചേർന്നുള്ളൊരു ലോകമേ ഇനി ഉണ്ടാവുള്ളൂ. കാരണം 500 ബില്യൺ 1000 ബില്യൺ ഒക്കെ ഡോളർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കമ്പനികൾ നടത്തുന്നത്. അപ്പോൾ അതിന് റിട്ടേൺ കിട്ടാൻ തീർച്ചയായിട്ടും അവർ ശ്രമിക്കും. അദ്ദേഹം പറഞ്ഞു മനുഷ്യനും AIയും ചേർന്നുള്ളൊരു ലോകത്തെ പറ്റി. അപ്പോൾ ഈ 90കളിൽ ഒരു സിനിമ ഇറങ്ങിയിരുന്നു, ജെയിംസ് കാമറൂൺ ഡയറക്റ്റ് ചെയ്തതാണ്, ടെർമിനേറ്റർ എന്നാണ് ആ സിനിമയുടെ പേര്. എല്ലാവർക്കും പരിചിതമാണ്. ആർണോൾഡ് ഷോർസ്നീഗർ അഭിനയിച്ച സിനിമയാണ്. അപ്പം AI ഒന്നും ചിത്രത്തിലേ ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ ആ സിനിമ പറഞ്ഞ പ്രമേയം സ്കൈനെറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി വരികയും അത് AI പോലെ സ്വയം ബുദ്ധിശക്തി നേടുകയും പിന്നീട് ലോകത്തെ ഭരിക്കുകയും മനുഷ്യനെ അടിമകളാക്കുകയും ചെയ്യുന്ന ഒരു അഥവാ മനുഷ്യനുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടാക്കുകയും ചെയ്തതായിരുന്നു ടെർമിനേറ്ററിന്റെ പ്രമേയം. ഇന്നും പലരും AI ലോകാവസാനത്തിന് കാരണമാകുമെന്നോ അല്ലെങ്കിൽ മനുഷ്യരുടെ അധപ്പതനത്തിന് കാരണമാകുമെന്നോ വിശ്വസിക്കുന്നുണ്ട്. ഗൂഗിളിലെ ജെഫ്രി ഹിൻഡനെ പോലുള്ളവരൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. അതായത് ജെഫ്രി ഹിൻഡൻ ഗൂഗിളിൻ്റെ AI മേധാവിയായിരുന്നു, ഗോഡ് ഫാദർ ഓഫ് AI എന്നറിയപ്പെട്ടിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. കാരണം AI മനുഷ്യ വംശത്തിന് തന്നെ വിനാശമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് AIയുടെ ആ ഒരു അത്തരം ഒരു അപകടകരമായ ഫ്യൂച്ചർ AIക്കുണ്ടോ? തീർച്ചയായിട്ടും ഈ ഇപ്പോഴത്തെ AIയെ നമുക്ക് വിളിക്കാവുന്നത് ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ് എന്നാണ്. കാരണം ഇപ്പോഴത്തെ AI ഒരു പ്രത്യേക ഡൊമൈനിൽ മാത്രം ആണ് അതിൻ്റെ കഴിവുകൾ പ്രയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് ആൽഫ ഫോൾഡിനെ പറ്റി പ്രൊഫസർ പറഞ്ഞു. ഇതുപോലെ നേരത്തെ ആൽഫ ഗോ, ആൽഫ സീറോ എന്നൊക്കെ പറഞ്ഞ മറ്റു ചില സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിന് മുമ്പ് ഡീപ്പ് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു ചെസ്സ് കളിക്കുന്ന കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ആ ചെസ്സ് കളിക്കുന്ന കമ്പ്യൂട്ടർ ലോക ചാമ്പ്യൻ ഗാരി കാസ്പറോവിനെ തോൽപ്പിച്ചു. പിന്നീട് ആൽഫ ഗോ എന്ന് പറഞ്ഞൊരു ബോർഡ് ഗെയിമുണ്ട്. അതിൽ ഈ ആൽഫ ഗോ സോഫ്റ്റ്വെയർ ചെയ്തത് അതിൻ്റെ ഈ മത്സരത്തിൻ്റെ ആളുകൾ കൊടുത്ത നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അതിൻ്റെ സോഫ്റ്റ്വെയർ അത് സ്വയം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, മനുഷ്യർ കാണാത്ത രീതിയിൽ അതിന് പുതിയ കഴിവുകൾ ആർജിക്കാൻ സാധിച്ചു. എന്നിട്ട് മനുഷ്യരെ അത് തോൽപ്പിച്ചു. മനുഷ്യരെയല്ല, ഈ ഇങ്ങനെ ചെയ്യാത്ത വേറെ ഒരു കമ്പ്യൂട്ടറുമായിട്ടുള്ള മത്സരത്തിൽ ഇത് പല പുതിയ ടെക്നിക്കുകൾ പ്രയോഗിക്കുന്നതായിട്ട് കണ്ടു. പക്ഷേ ഇതൊക്കെ കമ്പ്യൂട്ടറിൻ്റെ വലിയ കഴിവുകൾ അല്ലെങ്കിൽ AIയുടെ വലിയ കഴിവുകളെന്ന് പറയുമ്പോൾ തന്നെ അത് ചെസ്സ് കളിക്കാൻ അല്ലെങ്കിൽ ഗോ ഗെയിം കളിക്കാൻ മാത്രമുള്ള കഴിവാണ്, ഒരു ഡൊമൈനിലെ കഴിവാണ്. പക്ഷേ ഇനിയിപ്പോൾ അടുത്ത ഡെവലപ്മെൻറ്റ് വരേണ്ടത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ
നമ്മൾക്ക് ഒരാൾക്ക് ചെസ്സ് കളിക്കാൻ മാത്രമല്ല നമുക്കറിയാവുന്നത്, നമുക്ക് ജനറലായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാൻ സാധിക്കും. അതേ രീതിയിൽ ഹ്യൂമൻ സ്കിൽസ് ഉള്ള ആ AI ആണ് ഇനിയും അടുത്ത ലെവലിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് എന്ന് വരുമെന്ന്, ഹ്യൂമൻ ലെവൽ അച്ചീവ് ചെയ്യാൻ എന്ന് വരുമെന്ന് പറയാൻ വയ്യ. മേ ബി 10 ഇയേഴ്സ്, 20 ഇയേഴ്സ് ഓർ 30 ഇയേഴ്സ്. അത് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവുന്നത്. മനുഷ്യനെ അക്രോസ് ദി ബോർഡ് മനുഷ്യനെ പോലെ ഇതിന് കഴിവുണ്ടാകുന്നു. ആ കഴിവ് അത് എങ്ങനെ പ്രയോഗിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. കാര്യത്തില് റൗളിനുള്ള അഭിപ്രായം എന്താണ്? AI നമ്മളെ അടിമകളാക്കുമോ? എൻ്റെ ഒരു അത് എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് നമ്മുടെ ജോലി എടുക്കും, നമ്മളെ കൊല്ലും. ഇറ്റ് മൈറ്റ് ബി വെരി വാലിഡ്. കുറച്ചാളത്തിൽ എന്തെങ്കിലും ആകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ കാർബൺ ഫുട് പ്രിന്റ്, ക്ലൈമറ്റ് ചേഞ്ച്. ബിക്കോസ് എത്ര ആൾക്കാർ ഇവിടെ ChatGPT ഉപയോഗിക്കാറുണ്ട്? കൈവെക്കാവോ? ഒബിയസ്ലി എല്ലാവരും ഇല്ലേ? നിങ്ങൾക്കറിയോ, നിങ്ങൾ ഒരു പ്രാവശ്യം ChatGPT ഉപയോഗിക്കുമ്പം നിങ്ങളുടെ ഫോണിലല്ല, അത് ഡയറക്ട്ലി വൈഫൈ വെച്ച് എവിടെ കണക്റ്റഡ്? ഗൂഗിളിൻ്റെ ഓഫീസിൽ ഒരു വലിയ കമ്പ്യൂട്ടർ ഉണ്ട്, സെർവേഴ്സ്, റൈറ്റ്? ഇവരെല്ലാവർക്കും സെർവേഴ്സ് ഉണ്ട്. ആ സെർവർ നിങ്ങളുടെ ഫോൺ കുറച്ച് നേരം ഉപയോഗിക്കുമ്പോൾ അതിനെ ചൂടാത്തില്ലേ, അല്ലേ? അപ്പം അവിടെ 24 hours ഇത്ര ആൾക്കാർ ഒരു കമ്പ്യൂട്ടറിൻ്റെ കൂടെ കണക്റ്റഡ്. ആ GPUs ആ ഹീറ്റ് പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. വെള്ളം, വാട്ടർ കൂളിംഗ് വേണം. 24 hours AC ഓണാണ്. എൻ്റെ അപ്പം പറയും 5 മിനിറ്റ് AC ഓണാണ് എത്ര കറണ്ട് ബില്ലാവുമെന്ന്. അവിടെ അപ്പം അത്ര നേരം ഓണാകുമ്പം എനർജി എത്രയാണ് പോകുന്നത്, റൈറ്റ്? സോ ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം, ആ എനർജി ഉണ്ടാക്കുന്നത് എങ്ങനെയാ? കാർബൺ ഫുട് പ്രിന്റ്, ബൈ കാർബൺ ഡയോക്സൈഡും ഹേർട്ടിങ് അവർ പ്ലാനറ്റ്. ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഐ ബിലീവ് അതിനകത്തെന്ന് വെച്ചാൽ is carbon footprint and carbon control. Because because ChatGPT, ഇപ്പോൾ സാർ പറഞ്ഞ വെരി റൈറ്റ്ലി, ChatGPT is a tool. എന്ത് വേണേലും ചെയ്യാൻ പറ്റും. LLM എന്ന് പറയും, ലാർജ് ലാംഗ്വേജ് മോഡൽ. നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറ്റണം. ലാർജ് ലാംഗ്വേജ്, നമ്മൾ സംസാരിക്കുന്ന വിധത്തിലുള്ള ഒരു മോഡലാണത്. സോ അതിനകത്തോട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കോഡിങ് മുതലെല്ലാം അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണം. സോ വെൻ ഇറ്റ് ഇസ് ട്രൈങ് ടു ഡു ദറ്റ്, എല്ലാം ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഹാർഡ്. അപ്പം കൂടുതൽ എനർജി ഉപയോഗിക്കും. അത്രയും ഡേറ്റ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ലോബോട്ട് ഉണ്ടാക്കുന്നുണ്ട്, റെസ്ക്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ കൂടെയാണ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ജസ്റ്റ് ഫോർ ലോ, ഡൊമെയിൻ സ്പെസിഫിക്. സോ ഐ ബിലീവ് ദ ഫ്യൂച്ചർ ഇസ് ഡൊമെയിൻ സ്പെസിഫിക് AI, ജസ്റ്റ് ലോ. വേറെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിയായിരുന്നു, ഡെവോപ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി. അപ്പം ഓരോ ആൾക്കാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയുള്ള AI കാണും, വലിയ വലിയ AIs കാണും. പക്ഷെ എത്ര വലിയ AI ആണെന്നോ അത്രയും നമ്മുടെ പ്ലാനറ്റ് നമ്മൾ ആക്ച്വലി ഹേർട്ട് ചെയ്യുവാണ്. ഇൻഫാക്ട് ഞാൻ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ, ഇപ്പം ഐ ബിലീവ് നമ്മൾ ANI എന്നൊരു ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ്, ആ ഒരു കാലം ഐ ബിലീവ് വി ആർ ഓൾമോസ്റ്റ് ഡൺ എന്ന് പറയുന്നത്. ബിക്കോസ് ഐ ബിലീവ് നൗ വി ആർ അറ്റ് എ സ്റ്റേജ്, AGI എന്തായാലും എഴുതിയിട്ടില്ല, സർവ്സ് വെരി റൈറ്റ്. പക്ഷെ അതിൻ്റെ തൊട്ടുമുമ്പേ ABI എന്നൊരു സ്റ്റേജാണ്, ആർട്ടിഫിഷ്യൽ ബ്രോഡ് ഇൻ്റലിജൻസ്. ബിക്കോസ് നാരോ ഇൻ്റലിജൻസ് സാർ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ഒരു കാര്യത്തിനാണ്, റൈറ്റ്? ബ്രോഡർ എന്ന് ഐ ബിലീവ് നൗ AIക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ഞാനൊരു എക്സാമ്പിൾ തരാം. ദ ചൈനീസ് റൂം ആർഗ്യുമെന്റ്, ഒരു ഇതുണ്ടായിരുന്നു, ഒരു സ്റ്റോറി. ഓക്കെ, ഇമാജിൻ ചെയ്യുക, എനിക്ക് ചൈനീസ് അറിയാം. ഓക്കെ, ഒരു കുട്ടിയുണ്ട്. ഓക്കെ, ചൈനീസ് അറിയത്തില്ല, പക്ഷെ ഇംഗ്ലീഷ് നല്ലതായിട്ട് അറിയാം. എന്നിട്ട് ഒരു ഗേൾ വന്നിട്ട് ഒരു ലെറ്റർ ഇട്ടു, നിനക്ക് ചൈനീസ് അറിയുമെന്ന് പറഞ്ഞിട്ട്. ഒരു വിൻഡോയിനകത്തുനിന്ന് അവൻ എന്നിട്ട് വായിച്ചു ആ ലെറ്റർ, നിനക്ക് ചൈനീസ് അറിയുമെന്ന്, ചൈനീസിലാണ് എഴുതിയത്. ഓക്കെ, നോട്ട് ഇൻ ഇംഗ്ലീഷ്. പക്ഷേ ഗേളിനറിയോ അവന് ചൈനീസ് അറിയുമെന്ന്? ഇല്ല, അവന് ചൈനീസ് അറിയത്തില്ല, അവന് ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. പക്ഷെ എഴുതിയേക്കുന്നത് ചൈനീസാ. അപ്പൊ ചൈനീസ് അറിയത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഒരു ബുക്ക് ഫുൾ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. A ഈക്വൽ ടു ഒരു ചൈനീസ് അല്ല മാൻഡറിൻ വേർഡ്, B ഈക്വൽ ടു വേറൊരു മാൻഡറിൻ അല്ല ചൈനീസ് വേർഡ്, C ഈക്വൽ ടു വേറൊരു മാൻഡറിൻ അല്ല അത് വെച്ചിട്ട് തിരിച്ചെഴുതി ആ ഗേളിന് കൊടുത്തു. എന്ത്? എനിക്ക് ചൈനീസ് അറിയാന്ന്, ആ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട്. അപ്പൊ ആ പെണ്ണെന്താ വിചാരിച്ചേ? അവന് ചൈനീസ് അറിയാന്ന്, അല്ലേ? അല്ലേ? പക്ഷെ അവൻ ആക്ച്വലി ചൈനീസ് അറിയാമായിരുന്നോ? ഇല്ലല്ലോ, റൈറ്റ്? സോ ഈ ഒരു ഐഡിയ കോൺസെപ്റ്റ് ആണ് ഇപ്പം നമ്മുടെ ഒരു AI വി തിങ്ക് അത് നല്ല സ്മാർട്ട്, ഇത് ചെയ്യാം അത് ചെയ്യാം. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ഫോളോയിങ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. സാർ പറഞ്ഞ പോലെ, റാദർ ദൻ സെറ്റ് എ റൂൾസ്, തന്നെത്താനെ ഇപ്പം വി ആർ അറ്റ് എ സ്റ്റേജ് വെർ AI is able to think, റെപ്ലിക്കേറ്റ് ഹൗ വി തിങ്ക്. ഇപ്പൊ സാറ് പറഞ്ഞില്ല ആൽഫ ഫോൾഡിന്റെ കാരണം, നമുക്കതൊരിക്കലും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ മുമ്പേ എങ്ങനെ ഒരു ഡ്രഗിന്റെ അത് കണ്ടുപിടിച്ചു, ആ ഒരു തിങ്കിങ് നമ്മൾ AIക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ തിങ്കിങ് വെച്ചിട്ട് AIക്ക് പുത്തൻ മെഡിക്കൽ അത് കണ്ടുപിടിക്കാൻ പറ്റി. നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നു എന്ന് നമ്മളിപ്പോൾ AIക്ക് പഠിപ്പിച്ചു കൊടുത്തു. റാദർ ദൻ ജസ്റ്റ് എങ്ങനെയാണ് ആൻസർ ചെയ്തത്, 1+1 1 ആണ് എന്നല്ല. റാദർ നമ്മൾ എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിച്ചതെന്നു പറഞ്ഞു കൊടുത്തു. ഒരു ഫോർമുല അല്ല കൊടുത്തത്, നമ്മളൊരു എങ്ങനെ ആൻസർ കണ്ടുപിടിച്ചു. സോ ഐ ബിലീവ്
ആ ഒരു സ്റ്റേജിലാവുമ്പം AGI is going to come very quickly in the next 5 years because നമ്മളിപ്പം ഗ്ലാസ്സസും അതൊക്കെ ഉപയോഗിക്കാറുണ്ട് റൈറ്റ്. നമ്മളിപ്പോൾ ഒരു സ്റ്റേജിലോട്ട് പോവുക വേർ AI ആൻഡ് ഓൾ മെറ്റ AI അതൊക്കെ നിങ്ങൾ കേട്ടാണ് മെറ്റ ഗ്ലാസ്സസ്. നമ്മുടെ കണ്ണാടിയിൽ തന്നെ AI ഉണ്ട്. വാട്ട് AGI ഇസ് ബേസിക്കലി സർ പറഞ്ഞ പോലെ ജനറൽ ആയിട്ട് എല്ലാവർക്കും അറിയുന്നത് നമ്മുടെ സെയിം ലെവലായിട്ടുള്ള ഇൻ്റലിജൻസ് റൈറ്റ്. ASI ആണ് നമ്മളെ കൊല്ലാൻ പോകുന്ന AI, ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് നിങ്ങൾ കേട്ട് കാണും. ദാറ്റ് ഐ ബിലീവ് ഇസ് കമ്മിങ് ഇൻ ദ നെക്സ്റ്റ് 20 years. But I believe now we are moving very quickly to the stage of AGI where നമുക്ക് വേണ്ടി ജസ്റ്റ് നമ്മൾ സംസാരിക്കുന്നത് മാത്രമല്ല, LLM പോലെ റെപ്ലിക്കേറ്റ് അല്ല, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ അല്ല ആൻസർ ചെയ്യുന്നത്, ബട്ട് നമ്മുടെ പകരമായിട്ട് ഒരു ടാസ്കും ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് AI ഏജൻസ്. ആ ഒരു സ്റ്റേജ് ഓൾറെഡി ഇപ്പോൾ AI ഏജൻസ് വന്നു കഴിഞ്ഞു. സോ ഐ ബിലീവ് ആ ഒരു സ്റ്റേജ് ഇസ് വെരി ക്ലോസ്. എൻ്റെ ഒരു തോട്ട് അതാണ്. സോ യാ, താങ്ക് യു. രാഹുൽ, അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജ് വരാനുള്ള സാധ്യത ഒന്ന് വ്യക്തമായി പറയാമോ? വരുമോ ഇല്ലയോ? വരും, ഡെഫിനറ്റ്ലി എന്തായാലും വരും. ബിക്കോസ് വി ആർ, ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ ഈ ഒരു 10 മിനിറ്റ്, ഇപ്പൊ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാണല്ലോ, എനിക്ക് ടൈമിന്റെ ഒരു സെൻസും ഇല്ല. പക്ഷെ ഈ ഒരു സമയത്ത് തന്നെ ഐ ബിലീവ് ലോട്ട് ഓഫ് AI ടൂൾസ് ഹാവ് ലോഞ്ച്. കഴിഞ്ഞ ദിവസം ജെമിനൈ എല്ലാവരും ഉപയോഗിക്കാറില്ലേ, കേട്ടില്ലല്ലേ? യെസ്, ജെമിനൈയുടെ ലേറ്റസ്റ്റ് മോഡൽ റിലീസായി. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് മോഡൽ. ലാസ്റ്റ് ടൈം അത്ര നല്ല മോഡൽ എപ്പോഴും ഇറങ്ങിയെന്ന് അറിയാമോ? 3-4 years back. ChatGPT 3 ലോഞ്ച് ആയപ്പം ദാറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് ഹ്യൂമൻ ദാറ്റ് ആഫ്റ്റർ 3-4 years നമ്മൾ അത്രയും വലിയ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു. പക്ഷെ എത്ര ആൾക്കാർക്ക് അത് അറിഞ്ഞു? ഇല്ല, അത്ര ആൾക്കാർക്ക് അറിയത്തില്ല. ബിക്കോസ് അത് അത്രയും പോപ്പുലറൈസ് ആയില്ലായിരുന്നു. ദർ വാസ് എ സ്റ്റേജ് കുറച്ച് ദിവസം മുമ്പേ AI ഒരാളെ കൊല്ലാൻ പോയി, അറിയോ? ദാറ്റ് ഈസ് ഈവൻ സ്കെറി. പക്ഷേ വി ആർ അറ്റ് എ സ്റ്റേജ് വെർ ഇറ്റ് ഈസ് ഓൾറെഡി വേ ടു സ്മാർട്ട് ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് കൺട്രോൾ. രണ്ടുപേരും പറഞ്ഞ പോലെ, സാറും പറഞ്ഞ പോലെ, ഗവൺമെന്റ് കൺട്രോൾ റെഗുലേഷൻ ഇസ് വെരി നീഡഡ് ബിക്കോസ് ഓഫ് ദാറ്റ്. യാ, ജിജോ സാർ, താങ്കളുടെ അഭിപ്രായം എന്താണ്? അതായത് ഇങ്ങനെ ഒരു അവസ്ഥ, എയുടെ അടിമത്തം, നമ്മൾ അങ്ങോട്ട് അടിമത്ത കാലത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്ന ഒരു ഇത് വരുമോ? അക്കാര്യത്തിൽ രണ്ട് കാരണങ്ങൾ കൊണ്ട് റവള് പറഞ്ഞതിനോട് ഞാൻ ചെറുതായിട്ട് വിയോജിക്കുന്നു. ഒന്നാമത്തത്, ഈ ഇൻ്റലിജൻസ് എന്താണെന്നതിൻ്റെ ഒരു ക്രൂഡ്, വളരെ പ്രിമിറ്റീവായിട്ടുള്ള ഡെഫിനിഷൻ മാത്രമേ ഇപ്പോഴും ഉള്ളൂ. അപ്പം അത് നമുക്കൊരു മെഷീന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തടത്തോളം കാലം എൻജിനീയറിങ്ങിൽ ഒരു പാരഡോക്സ് ഉണ്ട്, മൊറാവെക്സ് പാരഡോക്സ് എന്ന് പറയും. അതായത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല പണികളും AIക്കോ റോബോട്ടിനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമുക്ക് വളരെ ഉദാഹരണത്തിന് കാൽക്കുലസോ ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയിലൊക്കെ സങ്കീർണമായ പല പ്രശ്നങ്ങളും AI ഇപ്പോൾ പെട്ടെന്ന് ചെയ്യും. പക്ഷേ ഒരു ചെറിയ കുട്ടി, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ കണക്കുകൾ പറയുന്നത് ഒരു 16-17 വയസ്സായ ഒരു കുട്ടിയെ 20 മണിക്കൂർ ട്രെയിനിങ് കൊണ്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോഴും ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു കാറിനെ നിങ്ങൾക്ക് ഫുള്ളി ട്രസ്റ്റ് ചെയ്തിട്ട് ദൂരങ്ങളിലേക്ക് അയക്കാൻ പറ്റില്ല. അതുപോലെ ഒരു ചെറിയ കുട്ടി 5 വയസ്സുകൊണ്ട് പ്രോസസ്സ് ചെയ്യുന്ന അത്രയും ഇൻഫർമേഷൻ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനും പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ AGI എന്ന് പറയുമ്പോൾ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് മാത്തമാറ്റിക്കലോ സ്റ്റാറ്റിസ്റ്റിക്കലോ ആയിട്ടുള്ള ഒരു പ്രോബ്ലമായി കമ്പ്യൂട്ടറിന് കൊടുക്കാത്തടത്തോളം കാലം ഇത് ഈ AGI എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 50 years എങ്കിലും അപ്പുറമായിരിക്കും. ഇപ്പോൾ ഉള്ളത് നമുക്ക് 2010 ശേഷം വളരെ സ്മാർട്ടായ ഫാസ്റ്റായ കമ്പ്യൂട്ടറുകളുണ്ട്. അവയ്ക്ക് നമ്മളെ ഔട്ട് സ്മാർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളെ നശിപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും പണം തന്നെയാണ് AIയിൽ വരുന്നത്. ആരാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ബാങ്കിലിടുന്ന, നിങ്ങൾ ബോണ്ടുകളിലിടുന്ന, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലിടുന്ന, എവിടെയൊക്കെ റിട്ടേൺ കിട്ടുമെന്ന് നിക്ഷേപിക്കുന്ന പണം അവിടെ എത്തുന്നുണ്ട്. അവിടെ എന്ന് പറയുമ്പോൾ ആരാണ് ഇത്? ഈ ബാങ്കുകൾ എന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ അതുപോലെ കൂടുതൽ ലാഭം കിട്ടുമെന്ന് കരുതുന്നവരെ ഏൽപ്പിച്ചിട്ട് അവർ കൊണ്ടുപോയി ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ 500 ബില്യൺ 1 ട്രില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഓപ്പൺ AI 1 ട്രില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നത്. അത്രയും പണം ഇതിലേക്ക് ഒഴുകുമ്പോൾ നമ്മുടെ ഓരോരുത്തരും പണമാണ്. അപ്പം നമ്മൾ തന്നെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി പണം മുടക്കുമോ? ഇതിൽ നിന്ന് റിട്ടേൺ കിട്ടാത്ത ഒരു കാര്യത്തിന് ആരെങ്കിലും പണം മുടക്കുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം കൂടി അവിടെ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സാധ്യതകൾ ഞാൻ തീർച്ചയായിട്ടും തള്ളിക്കളയാണ് ആഗ്രഹിക്കുന്നത്. അടുത്തിടെ ഫേസ്ബുക്കിൽ കണ്ട ഒരു ചിത്രമാണ്. വളരെ സുന്ദരിയായ ഒരു സ്ത്രീ, ഒരു 38 വയസ്സൊക്കെ ഉണ്ടാവും. പുള്ളിക്കാരത്തി ഒരു ഫോട്ടോ ഇട്ടിട്ട്, ഞാൻ 2 വർഷം മുമ്പ് ഞാൻ ഡിവോഴ്സായി, ഇപ്പോൾ വീണ്ടും ഒരു ജീവിതത്തെ പറ്റി ആലോചിക്കുകയാണ്. വളരെ സുന്ദരിയായ സ്ത്രീ. അപ്പോൾ അടിയിലൊരു 10,500 കമൻ്റ് ഉണ്ട്, ഒരുപാട് പേര് ഞാൻ ജീവിതം നൽകാൻ തയ്യാറാണ് അങ്ങനെ വന്ന്. അപ്പോൾ ആ ഇട്ടവരെല്ലാം തന്നെ ഒരല്പം മുതിർന്ന ആൾക്കാരാണ്. ഇതൊരു AI ചിത്രമായിരുന്നു, ഏതോ ബിരുദന്മാർ ഉണ്ടാക്കിയൊരു AI ചിത്രമാണ്. അപ്പം ഈ ഒരു നമ്മുടെ ടെക്നോളജി തന്നെ
യങ്സ്റ്റേഴ്സ് കുറച്ചും കൂടി അഡപ്റ്റാണ് അവർ ഒരു പരിചയിച്ചതുകൊണ്ടാവാം. പക്ഷെ ആ സമയം തന്നെ ഇപ്പം നമ്മുടെ ഒരു മുതിർന്ന ജനസമൂഹം ഈ അടുത്തിടയ്ക്കാണ് പല ടെക്നോളജികളും സ്വായത്തമാക്കി എടുത്തത്. അപ്പോൾ ഈ എയുടെ കാര്യത്തിൽ ഈ കൺഫ്യൂഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മുതിർന്നവരെയാണ്. അപ്പോൾ അത് എന്താ ഒരു വലിയൊരു ഡിവൈഡ് അവിടെ ഇല്ലേ? അവരെ പറ്റിക്കുന്നത് ശരിയാണോ? അതോ അതെങ്ങനെ തടയാൻ പറ്റും? അങ്ങനെ ഒരു സാറ്. അശ്വിൻ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം റൗളിനെ പോലുള്ള ചെറുപ്പക്കാരെ ചെറുപ്പം മുതലേ ഇത് കണ്ട് ശീലിച്ച് വരുന്നവരാണ്. അവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ പ്രായമുള്ളവർക്ക് ഒരുപക്ഷെ അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. AI വന്നപ്പോഴുണ്ടായത് പണ്ട് പറഞ്ഞിരുന്നത് സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം സീയിങ് ഈസ് നോട്ട് ബിലീവിങ്. കാരണം നമ്മൾ കാണുന്ന കാര്യങ്ങളും നമ്മൾ ചിത്രമായിട്ട് കാണുന്ന കാര്യങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് കാണുന്ന കാര്യങ്ങളും ഒക്കെ ഫ്രോഡാവാം, തട്ടിപ്പാവാം. അതാണ് പുതിയ കാലത്തുണ്ടായിട്ടുള്ള ഒരു വ്യത്യാസം. അശ്വിൻ വേറെ എന്താണ് അതിനകത്ത് ഉദ്ദേശിച്ചത്? അതെ, അതിനകത്ത് നമുക്ക് ഈ വൈകിയ വേളയിൽ ഒരു ബോധവൽക്കരണം സാധ്യമാണോ ആ ഒരു ജനറേഷന്? അല്ലെങ്കിൽ എന്താണ് അതിനൊരു പ്രതിവിധി? അവർ വളരെ വഞ്ചിക്കപ്പെടുന്നുണ്ട് ഈ AI അതെ, വെച്ചിട്ട്. എനിക്ക് തോന്നുന്നത് ഈ സീനിയർ ജനറേഷനെ എങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിനകത്തുള്ള ഒരു സംഗതിയെ AI പറ്റിയുള്ള ഒരു യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ആവശ്യമാണ്. ആ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഇത് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അതിനുള്ള മാർഗം. പിന്നെ ഈ പറഞ്ഞ പോലെ റെഗുലേറ്ററി ഒരു മെക്കാനിസം ഇല്ലാതെ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. റൗൾ, സത്യത്തിൽ എയുടെ ഒരു സംബന്ധിച്ചൊരു ചോദ്യം, നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ AI ഒരു ചിത്രം വരച്ചു തരാൻ പറയാം. അതിപ്പം ഞങ്ങളുടെ പത്രസ്ഥാപനങ്ങളിലൊക്കെ, അത് മനോരമ പോലെ സ്ഥാപനങ്ങളിലൊക്കെ ഒരു ആർട്ടിസ്റ്റ് ഇരുന്ന് ഒരു 5 മണിക്കൂർ കൊണ്ട് വരയ്ക്കുന്ന ഒരു പടം AI 5 സെക്കൻഡ് കൊണ്ട് വരച്ചു തരികയാണ്. അപ്പോൾ സത്യത്തിൽ ഇത് AI സ്വന്തമായി അതിൻ്റെ ഒരു മെക്കാനിസം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അത് എങ്ങനെയാണ് അതിൻ്റെ? അത് സ്വന്തമായി ചെയ്യുന്നതാണോ അതോ മനുഷ്യനെ കോപ്പി അടിക്കുന്നതാണോ അതോ എന്താണത്? അതിന്റെ കുറച്ച് ടെക്നിക്കൽ ആകാതെ ഞാൻ പറയാം, ബട്ട് ഇൻ ഷോർട്ട് വലിയ ടെക്നിക്കൽ വേണ്ട, ഒരു അതല്ല. മനസ്സിലാവുന്ന പക്ഷേ. യെസ്. സി, ഇപ്പൊ നമ്മളിപ്പോ എങ്ങനെ ഒരു പടം വരയ്ക്കാൻ ലൈക്ക് പറയുന്നത്, ഇപ്പൊ ചെയർ എങ്ങനെയാ, ചെയറിന് 4 കാലുണ്ട്, മേളിൽ ഇങ്ങനെ ഉണ്ട്, അത് നോക്കിയിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. സിമിലർ ടു ദാറ്റ് AI എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നാള് കുറെ പടങ്ങൾ കാണുമല്ലോ ഇന്റർനെറ്റിലൊക്കെ, ആ പടങ്ങൾ നമ്മൾ AI പഠിപ്പിച്ചു കൊടുക്കും. അതാണ് ട്രെയിനിങ് ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഡിഫ്യൂഷൻ പ്രോസസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. വലിയ വാക്കാ, പക്ഷെ വെരി സിമ്പിളാ. പ്ലെയിൻ ബ്ലർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? AI അല്ല ChatGPT വെച്ച് പടം ഉണ്ടാക്കുമ്പോൾ ആദ്യം നല്ല ബ്ലർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യം നല്ല ബ്ലറി ആയിരിക്കും, പക്ഷെ വന്ന് വന്ന് ഒരു നല്ല പടമായി മാറും. അത് ആക്ച്വലി അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. നമ്മളൊരു നോയ്സ് ഉള്ള കുറേ പടങ്ങൾ ഇട്ട് കൊടുക്കും. നോയ്സ് ഉള്ള പടത്തിൽ നിന്ന് നമ്മൾ പറയും ഓരോ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഒരു ക്യാറ്റ്, ലെറ്റ്സ് ഒരു ക്യാറ്റിൻ്റെ എക്സാമ്പിൾ എടുത്തു, ക്യാറ്റിൻ്റെ പടമാകുന്നത് എങ്ങനെ ഞാൻ പഠിപ്പിച്ചത്. ഇപ്പം നമ്മൾ AI എങ്ങനെ ഒരു പടം ക്യാറ്റിൻ്റെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, ക്യാറ്റിൻ്റെ ഒരു പടം എടുക്കും, ക്യാറ്റിനെ പതുക്കെ ബ്ലറാക്കും. അപ്പം നമുക്ക് ക്യാറ്റിൻ്റെ ഒരു പടം വരണമെങ്കിൽ എന്ത് ചെയ്യും? ബ്ലറിന്ന് അൺബ്ലർ ആവും, റൈറ്റ്? ഫുള്ള് ക്യാറ്റിൻ്റെ പടം കിട്ടും. വെരി സിമിലർ ടു ദാറ്റ് ഈസ് നമ്മൾ എങ്ങനെ പഠിക്കുന്നത്. നമ്മളൊരു ക്യാറ്റിനെ കണ്ടു, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ക്യാറ്റിനെ വരയ്ക്കണമെങ്കിൽ ബ്ലർ എന്ന് വിചാരിച്ചു ഒരു പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് പേജാന്ന് വിചാരിച്ചോ, ആദ്യം വരച്ചു, രണ്ടാമത് വരച്ചു, മൂന്നാമത്തെ ഫുള്ള് ക്യാറ്റിൻ്റെ പടമായി. സോ ഹൗ നമ്മൾ എങ്ങനെ AI പഠിപ്പിക്കുന്നത് വെച്ചാൽ, വെരി സിമിലർ ടു ഹൗ വി തിങ്ക്. ഇതൊരു ഡിഫ്യൂഷൻ പ്രോസസ്, ഒരു ടൈപ്പ് ഓഫ് വേ ആണ്. കുറേ വഴികളുണ്ട് എങ്ങനെ നമുക്ക് AI പടം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ വെരി സിംപ്ലി പുട്ട്, നമ്മൾ ഇത്രയും നാൾ കൊടുത്ത പടങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് വെരി എത്തിക്കൽ എന്ന് പറയാം, പക്ഷെ അറ്റ് ദ സെയിം ടൈം എത്തിക്കൽ ആണെന്ന് പറയാം. ബിക്കോസ് നമ്മൾ മറ്റാൾക്കാരുടെ ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ടാണല്ലോ ചെയ്യുന്നത്. ഹൗ വി, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ദി ഐഡിയ ഓഫ്, ഓക്കെ, എല്ലാവരും കൊറിയർ കേട്ടിട്ടില്ലേ, റൈറ്റ്? ഒരു സാധനം ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുവന്നു, റൈറ്റ്? ഫുഡ് എല്ലാവരും റെസ്റ്റോറൻറ്റിൽ എല്ലാവരും പോയി ഫുഡ് കഴിക്കാറില്ലേ റെസ്റ്റോറൻറ്റിൽ? ഓബിയസ്ലി എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ഈ 2 ഐഡിയാസ് മിക്സ് ആകുമ്പോൾ എന്ത് ഐഡിയ ആയിരിക്കും? ഒരു ഫുഡ് ഡെലിവറി, റൈറ്റ്? ആ ഒരു ഫുഡ് ഡെലിവറി എന്നൊരു ഐഡിയ വരണമെങ്കിൽ റെസ്റ്റോറൻറ്റ് എന്നൊരു ഐഡിയ, പോയി ഫുഡ് കഴിക്കുന്നു. ആൻഡ് ദി ഐഡിയ ഓഫ് കൊറിയർ, DTDC, ബ്ലൂ ഡാർട്ട്, പോയി ഒരു സാധനം ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുവന്നു. ഇത് രണ്ടും മിക്സ് ആകുമ്പോഴാണ് എന്താകുന്നത്? ഫുഡ് ഡെലിവറി എന്നൊരു ഐഡിയ വരുന്നത്. ഇങ്ങനെയാണ് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യുന്നത്. ബൈ മിക്സിങ് 2 തിങ്സ് ടു ക്രിയേറ്റ് സംതിങ് ന്യൂ. 2 അല്ല, മില്യൺസ് ഓഫ് കാര്യങ്ങളുണ്ട്. ബട്ട്
എ ഐയും ഇറ്റ്സ് വെരി സിമിലർ. അതിൻ്റെ അടുത്ത് ഒരു അവക്കാഡോ ചെയർ ഉണ്ടാക്കാൻ പറയുന്നു. അവക്കാഡോയുടെ കുറേ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചെയറിൻ്റെ കുറേ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബൈ ദി എൻഡ് രണ്ടും കൂടെ ഉണ്ടാക്കിയിട്ടാണ് നമുക്കൊരു പുത്തൻ ചെയ്യുന്നത്. പക്ഷേ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യന്മാർക്ക് ബ്രെയിൻ ഉണ്ട്, ബുദ്ധിയുണ്ട്, വിച്ച് ഇസ് വേ മോർ പവർഫുൾ ദൻ എനി മെഷീൻ. അപ്പം രണ്ട് കാര്യങ്ങളെല്ലാം മില്യൺസ് ഓഫ് കാര്യങ്ങളായിരിക്കും മിക്സ് ചെയ്യുന്നത്. നമ്മൾ മനുഷ്യന്മാർ മില്യൺസ് അല്ല, ക്വാഡ്രില്യൺസ്, ഗൂഗിളിയൻസ്, കറക്റ്റ് നമ്പർ ഇല്ല, പക്ഷെ കുറേ കാര്യങ്ങൾ മിക്സ് ചെയ്യും. പക്ഷേ എ ഐ മില്യൺസേ മിക്സ് ചെയ്യത്തുള്ളൂ. മില്യൺസ് അത്ര വലിയ നമ്പർ അല്ല എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ അത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്യത്തില്ല. ഒരു ആവക്കാഡോ ചെയർ പോലെയല്ല, കുറേ പിക്സൽസ്, കുറേ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒരു പടം ഉണ്ടാകുന്നത്, റൈറ്റ്? സോ നമ്മുടെ അത്രയും പവർഫുൾ അല്ല ഇപ്പം എന്താ പറയുന്നത്, എ ഐ ഉണ്ടാക്കുന്ന ഒരു സാധനം, ഒരു ക്രിയേറ്റിവിറ്റി. പക്ഷേ ഇത് വേ ഓഫ് തിങ്കിങ്, രണ്ടുപേരും മിക്സ് ചെയ്തിട്ട് ഒരു പടം ഉണ്ടാക്കുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ആൻഡ് ഈ പ്രോസസ്സ്, പടം ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ പ്രോസസ് എന്നാണ്. ഓഡിയൻസിന്റെ Q&A സെഷനിലേക്ക് പോകാൻ സമയമായി. അതിനു മുമ്പ് അവസാനമായി ജിജോ സാറിനോടൊരു ചോദ്യം. അടുത്തൊരു 10 വർഷത്തിൽ മലയാളിയുടെ ജീവിതത്തെ AI ഏതെങ്കിലും ഒരു മേഖലയിൽ മാറ്റിമറിക്കുന്നത് എങ്ങനെയായിരിക്കും? അതായത് എങ്ങനെയായിരിക്കും നമ്മുടെ 10 വർഷത്തിന് ശേഷമുള്ള ജീവിതം AI കൊണ്ട്? മലയാളി എന്ന് പറയുന്നത് കൂടുതലായി ഏജ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ഇപ്പം ഞാനടക്കം, പ്രൗളിനെ പോലെയുള്ള ആൾക്കാരുടെ എണ്ണം കുറയുന്നു, ഞാനടക്കമുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നു. അതായത് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ എണ്ണം ഇനി അടുത്ത വർഷത്തിൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഏജിങ് സൊസൈറ്റിയിൽ തീർച്ചയായിട്ടും AI ഡിവൈസസ്, ഗാഡ്ജറ്റ്സ്, മോഡലുകൾക്കൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആൾക്കാരെ സഹായിക്കാനും, അസിസ്റ്റീവ് ടെക്നോളജീസ്, മെഡിക്കൽ കെയർ, ഫോളോ അപ്പ്, ഇപ്പം അങ്ങനെ ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന പ്രോജക്റ്റുകൾ പലപ്പോഴും അങ്ങനത്തതാണ്. അതായത് എങ്ങനെ ആ തരത്തിലുള്ള ലോക്കൽ മോഡലുകൾ ഉണ്ടാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യം, എൽഡർലി കെയർ, സോഷ്യൽ സെക്യൂരിറ്റി, ഇങ്ങനത്തെ കുറേ ഏരിയാസിൽ തീർച്ചയായിട്ടും AI കേരളത്തിൽ വളരെയധികം ടെക്നോളജി അഡോപ്റ്റേഷൻ ഉള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്. അവിടെ തീർച്ചയായിട്ടും ആ ടെക്നോളജിക്ക്, പ്രത്യേകിച്ചും റോബോട്ടിക്സ് പോലെയുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ തീർച്ചയായിട്ടും വരും. സദസ്സിലുള്ളവർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം. നമസ്കാരം. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാം. ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനൊരു 10-15 മിനിറ്റ് സെഷൻ തുടങ്ങി കഴിഞ്ഞിട്ടാണ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഈ ടോപ്പിക് ഡീൽ ചെയ്തോ എന്ന് എനിക്കറിയില്ല. നമ്മൾ AI അല്ലെങ്കിൽ ഇപ്പോൾ ജനറേറ്റീവ് AI ഇൻ സ്പെസിഫിക് നമ്മൾ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ജോലി പോകുന്ന കാര്യം സംസാരിച്ചു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്രിയേറ്റീവ് പ്രോസസ്സ്, ഇപ്പോൾ ഒരു പിക്ചർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നാൽ പലപ്പോഴും നമ്മൾ, അല്ലെങ്കിൽ ഒരു സർഫേസ് ലെവൽ ഡിസ്കഷൻസിൽ, ഇങ്ങനെയുള്ള ഡിസ്കഷൻസിൽ അഡ്രസ്സ് ചെയ്യപ്പെടാത്തൊരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ക്യാപിറ്റൽ എവിടെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ AI നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-15 ബില്യൺ ഡോളർ കോർപ്പറേഷൻസ് ആണ് ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്ന എല്ലാ ഓപ്പറേറ്റിംഗ് AI ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും, എല്ലാ ടെക്നോളജിക്കൽ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. NVIDIA പോലെ, ആൽഫബറ്റ് പോലെ, അല്ലെങ്കിൽ മെറ്റ പോലെയുള്ള കമ്പനികളാണ്. അപ്പോൾ ഇവിടെ ഒരു വളരെ കൃത്യമായ പവർ ഇൻബാലൻസ് ഉണ്ട്. കാരണം എനിക്ക് ഞാൻ ഇന്റർനെറ്റിനോട് എക്സ്പോസ് ആയി കഴിഞ്ഞിട്ട് വളരെ സങ്കടപൂർവ്വം ഞാൻ കണ്ട ഒരു വാർത്തയുണ്ട്. ആരോൺ ഷ്വാർട്സിന്റെ ആത്മഹത്യയാണ്. റെഡിറ്റിന്റെ കോ ഫൗണ്ടർ ആയിരുന്നു. പുള്ളിക്ക് ആത്മഹത്യ ചെയ്യാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത്, പുള്ളി പബ്ലിക് ക്രൗഡിന് അക്കാഡമിക് ഡേറ്റ ആക്സസിബിൾ ആക്കാൻ JSTOR പോലുള്ള ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ ആക്സസ് ചെയ്യേണ്ടി വരുന്ന ഡാറ്റ ആൾക്കാർക്ക് പൊതുമധ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഞാൻ അടക്കമുള്ള ഒരുപാട് വിദ്യാർത്ഥി, ഞാനിപ്പോൾ ഒരു 2ാം വർഷ ചരിത്ര വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഒരു പരിധിയിൽ കവിഞ്ഞ് എനിക്ക് പൈസ കൊടുത്ത എല്ലാ അക്കാഡമിക് റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ആരോൺ ഷ്വാർട്സിനെതിരെ കേസ് പോവുകയും അവസാനം ആ സ്ട്രെസ് താങ്ങാൻ സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഉണ്ടായത്. എന്നാൽ AI കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിപ്പോ പരസ്യമായ രഹസ്യമാണ്. കോടിക്കണക്കിന് രൂപയുടെ നമ്മളുടെ പ്രൈവറ്റും പബ്ലിക്കും ആയിട്ടുള്ള ഡേറ്റ AI ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ കോപ്പിറൈറ്റഡ് കണ്ടന്റിന്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ആർട്ട് വർക്ക്സ് മുതൽ ഇതേപോലെ ഇപ്പോൾ ആരോൺ ഷ്വാർട്സ് എന്തിനു മരണപ്പെട്ടോ അതേ കാര്യം ബില്യൺ ഡോളർ കോർപ്പറേഷൻസ് ഇപ്പോൾ പരസ്യമായി ചെയ്യുന്നുണ്ട്. ഒരുപാട് അക്കാഡമിക് റെക്കോർഡുകൾ അവരെടുത്തിട്ടാണ് ഇപ്പോൾ essay ആണെങ്കിലും ഇപ്പോൾ തീസിസുകളാണെങ്കിലും ഒക്കെ AI എഴുതുന്നത്. ഈ ഒരു പവർ ബാലൻസിനെ വരുന്ന ഇപ്പോൾ AI ഒരു ജനറേറ്റീവ് AI ഒരു ബിഗിനർ സ്റ്റേജ് എന്നൊരു അറ്റ്ലീസ്റ്റ് നമ്മൾ എക്സ്പോസ് ആയി തുടങ്ങിയിട്ട് ഒരു 8-10 വർഷം ഇത്ര ആയിട്ടുള്ളൂ. ഇപ്പോഴേ ഇത്ര കനക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഈ പവർ ബാലൻസ് കൂടും, ഇൻബാലൻസ് കൂടും. ഈ ഇൻബാലൻസിനെ നമ്മൾക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാമെന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു റെസ്പോൺസ് ആർക്കെങ്കിലും തരാൻ സാധിക്കുമോ? ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, നമ്മളൊരു ജിയോ പൊളിറ്റിക്കൽ വാറിൻ്റെ സ്റ്റേജിലൂടെയാണ്. പല രാജ്യങ്ങൾ തമ്മിൽ റിസോഴ്സിനും കമ്പ്യൂട്ട് പവറിനും
ഒക്കെയുള്ള, പിന്നെ കോർപ്പറേറ്റ് വാറുണ്ട് കമ്പനികൾ തമ്മിലുള്ളത്. അപ്പോൾ ഡാറ്റ പ്രൈവസി വലിയ ഇഷ്യൂ ആണ്. നിങ്ങൾ ഡാറ്റ കൊടുത്തില്ലെങ്കിൽ അതെടുക്കാൻ ആൾക്കാർക്ക് മാർഗമുണ്ട്. ബിഗ് 7 ഒന്നും അല്ല ഡാറ്റ എടുക്കുന്നത്, അതിനുവേണ്ടി ചാവേറുകൾ വേറെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു റിയാലിറ്റി തന്നെയാണ്. പിന്നെ നമുക്കിത് എങ്ങനെ തടയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗവേണൻസ്, ലീഗൽ പ്രൊട്ടക്ഷൻസ് എന്നൊക്കെ പറയുന്നവർ ആമയെ പോലെ പോകുള്ളൂ. കമ്പനികൾ അതിനേക്കാളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ഒരു അമേരിക്കൻ മോഡൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവറ്റൈസേഷൻ, പ്രൈവറ്റ് ഇക്വിറ്റി, ആ തരത്തിൽ കമ്പനികൾക്ക് പവർ എന്നുള്ള രീതിയിൽ നിൽക്കും. ഇപ്പോൾ ചൈന നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഗവൺമെൻറ് കൺട്രോൾ എന്നുള്ള രീതിയിൽ നിൽക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. കൃത്യമായ പ്രൊട്ടക്ഷൻസ് ഉള്ളത് യൂറോപ്പിലാണ്. യൂറോപ്പിൽ പക്ഷേ ഈ കാര്യമായ മോഡലുകളൊന്നും വരുന്നില്ല, കാരണം ഡാറ്റ കൊടുക്കുന്നില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഗ്ലോബൽ ബോഡീസ്, ഗവൺമെൻറ്റുകളും പബ്ലിക് സൊസൈറ്റി ഇതുപോലെയുള്ള ഡിബേറ്റുകൾ വഴി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇൻഡിവിജ്വൽസിന് തീർച്ചയായിട്ടും നമ്മുടെ യൂസിനെ റെസ്ട്രിക്റ്റ് ചെയ്യാം എന്ന് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ എത്രമാത്രം പറ്റും എന്നുള്ള ഒരു ചർച്ചയാണ്. ഇത് റേസ് ചെയ്തൊരു പോയിന്റ്, അതിനെപ്പറ്റി പറയുമ്പോഴേ ഒരു പാരലായിട്ട് അല്ലെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് പറയാനുള്ളത് ആറ്റമിക് സയൻസ് ആണ്. ആറ്റമിക് സയൻസ് ഉണ്ടാക്കിയപ്പോഴേ അതിനൊരു നല്ല ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആറ്റം ബോംബ് ഉണ്ടാക്കി, അത് മനുഷ്യൻ്റെ വിനാശത്തിനുള്ളതായിരുന്നു. പക്ഷേ ഇതിനകത്ത് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ്സ് തമ്മിൽ മത്സരം ഉണ്ടാകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും പറയാൻ വയ്യ. ആർക്കും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇപ്പം നമ്മൾ AI സൂപ്പർ ഇൻ്റലിജൻസിനെ പറ്റി പറഞ്ഞല്ലോ. അതുണ്ടായിക്കഴിഞ്ഞാൽ AI മനുഷ്യൻ്റെ വാല്യൂസുമായിട്ട് അലൈൻ ചെയ്യുന്ന ഒന്നാവണം എന്ന് നിർബന്ധമില്ല. കാരണം സ്വയം കഴിവ്, ബുദ്ധിയും തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവും എല്ലാം ഉള്ള AI ഒരുപക്ഷെ ഇറ്റ് മേ ടേക്ക് ഡിസിഷൻസ് വിച്ച് ആർ നോട്ട് ഇൻ അലൈൻമെൻറ്റ് വിത്ത് ഹ്യൂമൻ വാല്യൂസ് ആൻഡ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ്. ആ ഒരു ഡേഞ്ചർ തീർച്ചയായിട്ടും ഉണ്ട്. റൗള് ജനറൽ ഇൻ്റലിജൻസ് 3-4 വർഷത്തിനകം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കറിയില്ല. പക്ഷേ ഈ സൂപ്പർ ഇൻ്റലിജൻസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ AI-യിൽ ചില ബ്രേക്ക് ത്രൂസ് ഉണ്ടാകാനുണ്ട്. അത് ഏത് സമയത്തും ഉണ്ടാകാം. ഉണ്ടായിക്കഴിഞ്ഞാൽ സൂപ്പർ ഇൻ്റലിജൻസിലോട്ട് പോകാം. അത് എങ്ങനെ മനുഷ്യനെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ വയ്യ, അല്ലേ? ഐ മീൻ വെരി റൈറ്റ്. ബിക്കോസ് ഇത്രയും നാളെന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയറിലായിരുന്നല്ലോ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇനി ഒരു വലിയ ബ്രേക്ക് ത്രൂ വേണ്ട ആക്ച്വലി ഹാർഡ്വെയറിലാന്ന് എൻ്റെ ഒരു തോട്ടിൽ. ബിക്കോസ് നമ്മുടെ ഈ GPUs ഒക്കെ ഉണ്ടല്ലോ അത്രയും പവർഫുൾ അല്ല. ആൻഡ് കമ്മിങ് ടു യുവർ ക്വസ്റ്റ്യൻ വിച്ച് വാസ് എൻ ഓസം ക്വസ്റ്റ്യൻ, ഞാൻ കുറേ ഇവൻസിൽ പോയിട്ടുണ്ടെങ്കിലും ഹിയറിംഗ് ദാറ്റ് ഈസ് വെരി യുണീക്ക്. സോ സാർക്ക് ഒരു ക്ലാപ്പ് എന്തായാലും കൊടുക്കണം ഫോർ ആസ്കിങ് സച്ച് ആൻഡ് ബെസ്റ്റ് ആൻസേഴ്സ് ഓൾസോ. എൻ്റെ ഒരു ഒപ്പീനിയൻ തന്നെ, ഇൻ ദ വേൾഡ് ഓഫ് AI നമുക്ക് കുറെ ബബിൾസ് ഉണ്ടല്ലോ. AI ബബിളാന്ന് എല്ലാവരും കേട്ട് കാണും, റൈറ്റ്? ഇപ്പൊ പൊട്ടി എല്ലാവരുടെ പൈസ പോവും, ഇത് പോവും. സോ നമുക്ക് .com ബബിൾ, ബയോടെക് ബബിൾ നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും. ബയോടെക് ബബിൾ വാസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ബബിൾ ഫോർ ഡ്രഗ്സ്. ഓക്കെ, ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് മെഡിക്കൽ തിങ്സ്. അതിനകത്ത് എല്ലാവരുടെ കുറെ പൈസ പോയി. പക്ഷെ പൈസ പോയെങ്കിലും ബൈ ദി എൻഡ് ഓഫ് ദ ഡേ എല്ലാവർക്കും നല്ല മെഡിസിൻസ് കിട്ടി. അല്ലെ .com ബബിൾ പോകും, കുറെ പൊട്ട കമ്പനീസ് പോയി. പക്ഷെ ഗൂഗിൾ, ആമസോൺ നല്ല നല്ല കമ്പനീസ് നമുക്ക് തിരിച്ചു കിട്ടി. നൗ അബൌട്ട് ദ പവർ ഞാൻ പെട്ടെന്ന് തീർക്കാം. ഇൻ ഷോർട്ട്, പവർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഇതിനകത്ത് ഞാനൊരു എക്സാമ്പിൾ തരാം. US, ചൈന ഹാസ് ദ മോസ്റ്റ് പവർ ഇൻ AI റൈറ്റ് നൗ. ഒരു വർഷം മുമ്പ് ഒരു US മാത്രം ഉണ്ടാകുന്നുള്ളൂ. എക്സാമ്പിൾ തരാം. ബിഗസ്റ്റ് ഇപ്പം ഗ്രോത്ത് ഇൻ കമ്പനീസ് എൻവിഡിയ. ക്രിപ്റ്റോ കറൻസി നിങ്ങൾ കേട്ട് കാണും, ബ്ലോക്ക് ചെയിൻ കേട്ട് കാണും. ഗെയിമിങ്ങിന്റെ സമയത്ത് എല്ലാവരും GPU വേണമെങ്കിൽ ഒരേ കമ്പനി ഉണ്ടായിരുന്നുള്ളൂ, AI. ഇപ്പം ഏറ്റവും കൂടുതൽ പവറുള്ള കമ്പ്യൂട്ടർ വേണമെങ്കിൽ ഒറ്റ ഒരു കമ്പനി ഉള്ളൂ, എൻവിഡിയ. രണ്ടിനും എൻവിഡിയ GPU ദിസ് ദാറ്റ് എല്ലാ സ്ഥലത്തും എൻവിഡിയ. അതാണ് അവർ, ദേ ആർ വൺ ഓഫ് ദ ബിഗസ്റ്റ് കമ്പനീസ്. ആപ്പിളിനെ വരെ വെട്ടിച്ചിപ്പോ പോവാ, റൈറ്റ്, ഇൻ ദ വേൾഡ്, എൻവിഡിയ. സോ തിങ് ഇസ് ദാറ്റ് ബിക്കോസ് ഗോൾഡ് റഷിന്റെ സമയത്ത് എല്ലാവരും സോഫ്റ്റ്വെയർ എടുത്ത് അടുത്ത ChatGPT ഉണ്ടാക്കാൻ നോക്കുമ്പം അവർ പുറകെ ഇരുന്ന് ഷവൽസ് സെല് ചെയ്യുക, ലൈക്ക് ഗോൾഡ് കിട്ടാനുള്ള സാധനം, മെഷീനറി സെല് ചെയ്യുക. സോ ദേ ആർ ഇപ്പം OpenAI, എൻവിഡിയയുടെ കയ്യിൽ നിന്ന് GPU ഉണ്ട്. OpenAI പാർട്ടി ഇട്ടുണ്ട് AMDയുടെ കൂടെ. AMD GPUs ഉണ്ടാക്കാൻ AMD ആർഡിയുടെ പാർട്ട്ണർ ചെയ്യുന്ന എൻവിഡിയ. അല്ലെങ്കിൽ ഇന്റൽ എടുക്ക്, ഇന്റൽ എൻവിഡിയയുടെ കൂടെ വർക്ക് ചെയ്തിട്ടാണ് ചിപ്സെറ്റ്സ് ഉണ്ടാക്കുന്നത് OpenAIക്ക് വേണ്ടി, അല്ലെ ഇതിനു വേണ്ടിയും മെറ്റ AIക്ക് വേണ്ടിയാണെങ്കിൽ അവർ കൂടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ ഏത് കമ്പനികളിൽ AMD ഉണ്ട്, ഇന്റൽ ഉണ്ട്, എൻവിഡിയ ഉണ്ട്. 3 പേരും കഴിഞ്ഞു. ബിഗസ്റ്റ് ഹാർഡ്വെയർ കമ്പനീസും എല്ലാ കമ്പനീസും കൂടെ ഒരു ബബിളാ. അതിനകത്ത് ഇവരാണെങ്കിൽ കുറെ
ഷെൽ കമ്പനീസും ഉണ്ടാക്കുന്നുണ്ട്. SVGs എന്ന് പറയും. SVM എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ബട്ട് ഒരു കുഞ്ഞു കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ അവരൊരു ഇപ്പം നമ്മുടെ ഇലോൺ മസ്ക് ഉണ്ടല്ലോ. ഇലോൺ മസ്ക് ഒരു AI ഉണ്ടാക്കുന്നുണ്ട്. ഗ്രോക്ക് AI കേട്ട് കാണുന്നുണ്ട് എല്ലാവരും. കേട്ടിട്ടില്ലേ? അപ്പൊ ഗ്രോക്ക് AI ഉണ്ടാക്കാൻ വേണ്ടി അവർ അടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ വേണ്ടി അവർക്കൊരു 20 ബില്യന്റെ ഫണ്ടിങ് വേണമായിരുന്നു. ഈ 20 ബില്യൺ ഫണ്ടിങ്ങിന് വേണ്ടി അവർ നേരെ അവരുടെ കമ്പനിയുടെ പേരെന്താണെന്നറിയോ? XAI. ഇലോൺ മസ്കിന്റെ ഒരു കമ്പനിയുടെ പേരാ. നേരെ XAI എന്ന് അവർ 20 ബില്യൺ ഫണ്ട് റേസ് ചെയ്യാതെ ലോൺ എടുക്കാതെ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരൊരു കുഞ്ഞു കമ്പനി ഉണ്ടാക്കി. ആ കുഞ്ഞു കമ്പനിയിൽ നിന്ന് അവർ 20 മില്യൺ ഡെറ്റ് എടുത്തു. അതിനകത്ത് 12 ബില്യൺ ഏത് കമ്പനിയാണെന്നറിയോ? എൻവിഡിയ. അത് വിട്. എൻവിഡിയ ആണ് GPU കൊടുക്കുന്നത്. അവർ 12 ബില്യൺ അവർ എടുത്തു. ഇന്നാ 12 ബില്യൺ GPU വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ 12 ബില്യൺ എടുത്തോ. ബേസിക്കലി 10 രൂപ കൊടുത്തിട്ട് ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ കടകാരൻ തന്നെ നമുക്ക് 10 രൂപ എൻ്റെ 10 രൂപ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കടകാരൻ തന്നെ ഇമാജിൻ ലൈക്ക് ആ ഒരു സിറ്റുവേഷൻ ആണ്. ബട്ട് എനിവേ അതെന്താന്ന് പറയട്ടെ, ഇപ്പം $20 ബില്യൺ ഡെറ്റ് ഉണ്ട്. എന്ത് ഈ കമ്പനിക്ക് XAI എന്ന് പറഞ്ഞാൽ ഇലോൺ മസ്കിന്റെ നമുക്ക് കമ്പനിക്ക്. സമയക്കുറവുണ്ട്. ഞാൻ പെട്ടെന്ന് തീർക്കാം. ഇലോൺ മസ്കിന് ഒരു കമ്പനിക്ക്. പക്ഷെ ആ എത്ര പൈസ ആ ലോൺ കൊടുക്കാനുണ്ടെന്ന് മെയിൻ കമ്പനിയിൽ കാണിക്കത്തില്ല. പക്ഷെ അവരുടെ കുഞ്ഞു കമ്പനിയിൽ കാണിക്കുന്നത്. അപ്പം ഇൻ ഷോർട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ഈ AI എന്നൊരു സമയത്ത് ഏറ്റവും വലിയ കമ്പനീസിനകത്ത് എത്ര ലോസസ് ഉണ്ട്, എത്ര പൈസ ബാക്കി കൊടുക്കാനുണ്ട്, അതുപോലും കാണിക്കുന്നില്ല. എല്ലാം ഇസ് ജസ്റ്റ് എ ബബിൾ ആൻഡ് ആരുടെ കയ്യിലും ഇപ്പം പവർ ഇല്ല. നോട്ട് വിത്ത് അസ് ബട്ട് റാദർ ദ ബിഗ് കമ്പനി. സോ സോറി ഇത്ര സമയം എടുത്തത്. ബട്ട് യാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്. ഹലോ. യെസ്. ഹായ്, ഗുഡ് ഈവനിങ്. മൈസർ സുഭാഷ്. ഞാൻ ഈ മറ്റേ ഹോർത്തൂസിൻ്റെ വേദിയിൽ AI കുറിച്ച് ടെക്നിക്കൽ സൈഡല്ല എനിക്ക് ചോദിക്കാനുള്ളത്. സോ മോർ ഓവർ ഇറ്റ്സ് എ ഹ്യൂമാനിറ്റി സൈഡ്. സ്റ്റിൽ ഐ എം ബിലീവിങ് ഈ ലോകം ഇങ്ങനെ ഇപ്പോഴെങ്കിലും ഈ രീതിയിൽ ഇങ്ങനെ നിലനിൽക്കുന്നത് സോ ബേസിക്കലി ബേസ് ഓഫ് സം ഇമോഷൻസ്. സോ സിമ്പതി, എംപതി, ലവ്. ഓക്കെ. സോ അത് ഇപ്പോഴും AI ഒരു ഇൻപുട്ട് ഇല്ലാതെ AI ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും ബിലീവ് ചെയ്യുന്നില്ല. സോ അതും കൂടിയും AI ഒരു ഘട്ടത്തിൽ സോ മനുഷ്യൻ്റെ സോഷ്യൽ വെൽബീയിങ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബീയിങ് എന്ന നിലയ്ക്കും അല്ലെങ്കിൽ അവർക്ക് സോഷ്യൽ വെൽബീയിങ് കൂടി AI കൊടുക്കുന്നൊരു സിറ്റുവേഷനിൽ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ്, സോ ഒരു കുടുംബ ബന്ധങ്ങളുടെ നിലനിൽപ്പ്, രാജ്യങ്ങൾ തമ്മിലുള്ള നിലനിൽപ്പ് എല്ലാം. സോ ഇന്ന് എനിക്ക് എപ്പോഴും ബിലീവ് ചെയ്യുന്നത് ഈ പാലസ്തീൻ യുദ്ധം വരെ ഒരു പരിധി വരെ രാജ്യങ്ങളൊക്കെ ഇടപെടുന്നത് ഓൺലി ബിക്കോസ് ഓഫ് സം ഇമോഷൻസ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ്. സോ അവിടേക്ക് AI കടന്നു വരുവാണെങ്കിൽ, ഇമോഷൻസിലേക്ക് AI കടന്നു വരുവാണെങ്കിൽ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് എന്തായിരിക്കും, മനുഷ്യത്വത്തിൻ്റെ നിലനിൽപ്പ് എന്തായിരിക്കും, മാനുഷിക ബന്ധങ്ങളുടെ നിലനിൽപ്പ് എന്തായിരിക്കും? ദാറ്റ്സ് വികാരതരളിതനായ AI പറ്റിയാണ് പറയേണ്ടത്. അതിനെ ഞാൻ കാണുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഒരു കാലത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡ് വന്നതിന് ശേഷം നമുക്ക് ആഴ്ചയിൽ 5-6 ദിവസം ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പം 4 ദിവസം ജോലി ചെയ്യുന്നവരുണ്ട്, 3 ദിവസം ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം മനുഷ്യൻ്റെ കുറേ ജോലി AI കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഇവൻറ്റുകൾക്കും ഫ്രീ ആയിട്ട് പോകാനും ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സമയം കിട്ടും. അപ്പോൾ പിന്നെ ഹ്യൂമാനിറ്റിക്ക് കുറച്ചുകൂടി അത് നന്നാവുമല്ലേ ചെയ്യുക. AI എത്ര വലുതായാലും അതിൽ ഈ പറഞ്ഞ AIക്ക് കോൺഷ്യൻസ് ഉണ്ടാകുമോ ഇല്ലയോ, അതായത് സ്വയം ബോധം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ബോധം ഉണ്ടാകുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ സൂചനകൾ. പിന്നെ ഇപ്പം AI കൊണ്ട് പുസ്തകം എഴുതാം, നോവൽ എഴുതാം, പോയട്രി എഴുതാം, ചിത്രം വരയ്ക്കാം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ AI ചെയ്യുന്ന ആ കാര്യങ്ങൾക്ക് ഇമോഷണൽ കണ്ടൻറ്റ് ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഈ ഒരു പോയട്രി എഴുതുകയാണെങ്കിൽ അതിനകത്തൊരു ആത്മാവ് ഉണ്ടാവത്തില്ല. അപ്പം അതുകൊണ്ട് AI എത്ര വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല അത് അവസാനം അത് മനുഷ്യനെ ആ രീതിയിൽ ഇഷ്ടപ്പെടുമോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ആത്മാവില്ലാത്ത ഒരു സാധനം, അത് ചിത്രമാണെങ്കിലും പോയട്രി ആണെങ്കിലും നോവലാണെങ്കിലും ഒന്നും അൾട്ടിമേറ്റ്ലി വിജയിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ ആ ഒരു ഇമോഷൻസ്, മനുഷ്യൻ്റെ എക്സ്പീരിയൻസ്, ആ ഹ്യൂമൻ സ്റ്റോറിയുടെ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു AI ആണ് അൾട്ടിമേറ്റ്ലി വിജയിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ AI സാധ്യമാണോ രാഹുൽ? എൻ്റെ ഒരു അത് വെച്ചെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്യും. ഓക്കെ, ഇനി എത്ര ഇമോഷണലിയും എത്ര അത് റിയൽ നമ്മുടെ ഹ്യൂമൻ പോലെ തന്നെ ഇരിക്കുന്ന കരയുന്ന എല്ലാം ചെയ്യുന്ന ഒരു AI നിങ്ങളുടെ റോബോട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓക്കെ, റോബോട്ടാന്ന്, പക്ഷെ അത് ഞാനിപ്പോൾ ആണെന്ന് വിചാരിച്ചു, ഞാനല്ല, പക്ഷെ ആണെന്ന് വിചാരിക്കും. ഓക്കെ, പക്ഷെ നിങ്ങൾ എത്ര എൻ്റെ കൂടെ കണക്ട് ചെയ്യുവാണെങ്കിലും നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് പക്ഷെ ഒരാളുടെ നിന്ന് മനസ്സിലായി മുമ്പിലിരിക്കുന്ന ആള്
ഹ്യൂമൻ അല്ല റോബോട്ടാന്ന്. ഓക്കെ, ഒരാൾ വന്ന് പറഞ്ഞു അത്ര നേരം നിങ്ങൾ നല്ല എ ഐ എന്ന് പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരിക്കുന്ന ആള് റോബോട്ടാന്ന് പറഞ്ഞു. ആ സെയിം കണക്ഷൻ ഉണ്ടാവോ? ഉണ്ടാവോ നിങ്ങക്ക്? ഉണ്ടാവോ? നിങ്ങൾ പറഞ്ഞു ഉണ്ടോ? കുട്ടികൾക്ക് പിന്നെയും കാണാം, ബട്ട് ഓവറോൾ ഞാൻ ആസ്കിങ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണോ? ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ ഇത്രയും നേരം നല്ലതായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അത്ര മനുഷ്യൻ പോലെ ഇരുന്ന ആള് റോബോട്ടാണെന്നൊരു അറിയുവാണെങ്കിൽ നിങ്ങൾ സെയിം കാര്യം എല്ലാം തുറന്നു അറിയോ? അതുപോലെ തന്നെ സംസാരിക്കോ? നോ, റൈറ്റ്? എല്ലാവരും നോ എന്നാ പറയുന്നത്. ഐ ഡോണ്ട് സപ്പോസ്, ബിക്കോസ് ഞാൻ ചെയ്യത്തില്ല എത്ര റിയൽ ആണെങ്കിലും. സോ ബിക്കോസ് അത് റോബോട്ടാന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ്, എത്ര റിയൽ എ ഐ ആണെങ്കിലും എത്ര അതാണെങ്കിലും വാട്ട് വിൽ സെറ്റ് യു ഗൈസ് അപ്പാർട്ട് ഇസ് ടു ബി ആസ് ഹ്യൂമൻ ആസ് പോസിബിൾ. കൂടുതൽ എ ഐ ഉപയോഗിക്കുന്നല്ല, ഇതല്ല അതല്ല. ബി ഹ്യൂമൻ ആൻഡ് നെവർ ഫർഗെറ്റ് ദാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ ചോദ്യം, അല്പം മുമ്പ് ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ് ആരോൺ സ്വാട്സിനെ പറ്റി പറഞ്ഞത്. ആ ചോദ്യത്തിൻ്റെ ഒരു റെലവൻസ്, ഇന്ന് ലോകം ഒരു കോർപ്പറേറ്റ് ലോകമാണ്. അപ്പോൾ ഈ കോർപ്പറേറ്റ് ലോകവും കോമൺ സാധാരണക്കാരനായ മനുഷ്യനും, അപ്പോൾ അവിടെ അറിവിൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു വസ്തുത, ഒരു ചർച്ച അത് ലോകത്ത് മൊത്തം നടക്കുന്നുണ്ട്. ഏത് കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണേലും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം, അറിവ് സ്വതന്ത്രമാകണം. അതൊരു രാഷ്ട്രീയമാണ്. അറിവ് സ്വതന്ത്രമായാൽ മാത്രമേ മനുഷ്യന് പ്രയോജനപ്രദമായ രീതിയിൽ ഈ എ ഐ ആണെങ്കിലും എന്ത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഡീപ് സീക്ക് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം, അത് ഫ്രീ സോഫ്റ്റ്വെയറിൽ ഉള്ളതാണ്. ഡീപ് സീക്ക് ചൈനയിൽ നിന്നാണ് വന്നത്. പക്ഷെ അവര് വന്നതോട് കൂടി ഇന്ന് സിലിക്കോൺ വാലി അടക്കം ഡീപ് സീക്ക് ഉപയോഗിച്ചു തുടങ്ങി. അതെന്തുകൊണ്ടാണ്? ഇത് സ്വതന്ത്ര സോഫ്റ്റ്വെയറിലാണെന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ ഉണ്ടായതുപോലത്തെ ഒരു മൂവ്മെന്റ് ഈ രംഗത്തും എ ഐ രംഗത്തും ഉണ്ടാകണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ്റെ ആയിട്ട് എ ഐ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ വേണം. കാരണം ഇവിടെ ഈ സാധാരണ ഫ്രീ സോഫ്റ്റ്വെയറിൽ വ്യക്തിനിഷ്ഠമായിട്ട് ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ ഇവിടെ കുറേയും കൂടെയും ഒരു ലാർജർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അത്തരം മാതൃകകൾ കേരളം മൊത്തം ഉരുത്തിരിഞ്ഞു വരികയും കേരളത്തിൽ എ ഐയുടെ പ്രായോഗികമായിട്ടുള്ള ബദൽ സാധ്യതകൾ പരിശോധിക്കപ്പെടാനുള്ള സാധ്യതയാണ് ഞാൻ ഈ ഡീപ് സീക്കിൻ്റെ വെളിച്ചത്തിൽ പറയുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ, ഒരു അറിവ് മൂടിവെക്കപ്പെടാതെ അത് സമൂഹത്തിൻ്റെ പൊതു സ്വത്തായിട്ട് മാറാനുള്ള, അത് സമൂഹത്തിൻ്റെ കൺട്രോളിൽ നിലനിൽക്കാനുള്ള ഒരു ആശയം മുമ്പോട്ട് വെക്കണം. ഹായ്, ഹലോ. എൻ്റെ ചോദ്യം ഇതാ, രാഹുലിനോടാണ് ചോദ്യം. ലൈക്ക് ഇപ്പോൾ 2008 മാർക്കറ്റ് ക്രാഷിൽ ഹൗസിംഗ് ബബിൾ ആയിരുന്നു, ആൻഡ് ഇങ്ങനെ തന്നെ ലൈക്ക് നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു ദ പീപ്പിൾ ഹൂ വെർ ലീഡിങ് ദ മാർക്കറ്റ്, ആൻഡ് അവര് തമ്മിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോർസിയബിൾ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് ക്രാഷ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ആൻഡ് ഇഫ് എ മാർക്കറ്റ് ക്രാഷ് ഹാപ്പൻസ്, what will be the best investments that we can do apart from the market? That is a very awesome question. എല്ലാവർക്കും അറിയുന്ന പോലെ 2008 അമേരിക്ക സ്പെഷ്യലി ലോട്ട് ഓഫ് പ്ലേസസ് അവിടെ എന്താ പറഞ്ഞാൽ വീടുകൾ ഉണ്ടായിരുന്നു, അത് വിൽക്കുമ്പം സ്വന്തം ആൾക്കാർ തന്നെ വിൽക്കുന്നു, ലോൺ എടുക്കുന്നു. ഇറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം. ബേസിക്കലി വലിയൊരു മാർക്കറ്റ് ക്രാഷ് ആയി, വീടുകളുടെ പൈസ നല്ല ഹ്യൂജ് ആയി. ഇറ്റ് വാസ് ഫുൾ എ ബിഗ് പ്രോബ്ലം. ഓക്കെ, അവിടുത്തെ ഇമാജിൻ ഇപ്പോഴത്തെ മുംബൈയുടെ പ്രൈസ് ഒക്കെ ഇവിടെ അത് വിചാരിക്കും. സോ ഇവിടെ എ ഐ ഡെഫിനറ്റ്ലി, അതാണ് ഞാൻ മുമ്പേ ബബിളുടെ കാര്യം പറഞ്ഞത്, ഡെഫിനറ്റ്ലി ഒരു മാർക്കറ്റ് ക്രാഷ് ആവും, എന്തായാലും ഉറപ്പാണ്. ബിക്കോസ് ഇറ്റ്സ് എ ഐ, റൈറ്റ്? എല്ലാവരും വന്ന് ഉപയോഗിക്കുന്നു, എല്ലാവരും പോവും, എന്തായാലും ഉറപ്പാണ്, റൈറ്റ്? പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ സെയിം ഡ്രഗ്സിന്റെ ബയോടെക്കിന്റെ എക്സാമ്പിൾ, എല്ലാവരുടെ കയ്യിൽ പൈസ പോയി, പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാവർക്കും നല്ല ഡ്രഗ്സ് കിട്ടിയോ? എല്ലാവർക്കും നല്ല മെഡിസിൻ കിട്ടിയോ? Just like that, out of this, നല്ല ടെക്നോളജി will come out. നല്ല ടെക്നോളജി AI will be the best and it will come out. But rather ഇപ്പൊ എല്ലാം ചുമ്മായിട്ട് ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, മെയിനായിട്ട് അവർക്ക് കിട്ടുന്ന പൈസ ഒന്നും അവർ തുറന്ന് കാണിക്കുന്നില്ല, റൈറ്റ്? ഇത്രയും പൈസ ബാക്കി കൊടുക്കാനുണ്ട്, ഇതുണ്ട്, എല്ലാവരും കാണിക്കുന്ന AI is the most profitable thing ever. In fact, it is not. ChatGPTക്ക് there is more than 1 billion users, active users, 1 billion monthly,
എത്ര ആൾക്കാർ അതിന്റെ പൈസ കൊടുക്കുന്നതെന്ന് അറിയോ? 800 മില്യൺ ആൾക്കാരല്ല ചാറ്റ് ജിപിടി പ്ലസിന് കൊടുക്കുന്നത്, 900 അല്ല, 200 മില്യൺ ആൾക്കാരല്ല ചാറ്റ് ജിപിടിക്ക് പൈസ കൊടുക്കുന്നത്. ലെസ് ദൻ 10 മില്യൺ ആൾക്കാരെ ചാറ്റ് ജിപിടിക്ക് പൈസ കൊടുക്കുന്നുള്ളൂ ഇൻ ദ ഹോൾ വേൾഡ്, ഔട്ട് ഓഫ് എ ബില്യൺ പീപ്പിൾ, ആൻഡ് ദാറ്റ് ഇസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് AIs ഔട്ട് ദർ, റൈറ്റ്? സോ ഇറ്റ് ഈസ് എ ലിറ്റിൽ ബബിൾ, ദാറ്റ്സ് ഫോർ ഷുവർ. എൻ്റെ ഒരു ഫുൾ സെഷൻ ഉണ്ട്, വേണേ അത് കാണാം. ബട്ട് what the best thing about this is you have to be updated with the current market. അത് AI ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും you have to know what's happening around you, right? To know the best things. ഇപ്പൊ NVIDIA എത്ര പൊങ്ങുമെന്ന് ആർക്കും അറിയത്തില്ലെന്നു, പക്ഷേ നോട്ടീസ് ചെയ്ത ആൾക്കാർക്ക് അറിയാമായിരുന്നു. ബിറ്റ്കോയിൻ ഇത്ര പൊങ്ങുമെന്ന് ആർക്കും അറിയത്തില്ലെന്നു, പക്ഷെ നോട്ടീസ് ചെയ്ത ആൾക്കാർക്ക് അറിയായിരുന്നു. അപ്ഡേറ്റഡ് അബൌട്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ലേൺ അബൌട്ട് AI, ലേൺ അബൌട്ട് എവിടെ ഹൗ AI വർക്ക്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഫ്യൂച്ചറിൽ ഹാർഡ്വെയറിന്റെ സാധ്യത ഉണ്ടെന്ന്. അങ്ങനെ നമുക്ക് അറിഞ്ഞിരിക്കണം ഹൗ AI വർക്ക്സ്, വേർ ടു യൂസ്. സോ ദാറ്റ് ഈസ് വൈ ഇപ്പം സി ഹൗ ഐ ലേൺഡ് അബൌട്ട് AI ഇസ് ഓൺലൈൻ. നമ്മുടെ യൂട്യൂബിൽ നിന്നാണെങ്കിലും, ഇപ്പൊ സാറ് പ്രൊഫസറാണ്, സാർക്ക് വേണമെങ്കിലും പഠിപ്പിക്കാൻ പറ്റും, റൈറ്റ്? സർ ഹാസ് ദാറ്റ് നോളജ്. ഇപ്പം ഐ ഹാഡ് ടു ലേൺ എവറിഥിങ് ഫ്രം യൂട്യൂബ്, സെൽഫ് ലേൺ. ബട്ട് യെസ്, ക്ലബ് ഹൗസ് കുറെ ആപ്സിൽ പോയിട്ട് ഐ ലേൺ. ദാറ്റ് ഈസ് വൈ യു നീഡ് എ വേ ടു ലേൺ അബൌട്ട് AI. That is, yeah, literally that's what I try to do, by the way. പ്രൊമോട്ട് ചെയ്യുമല്ല, പക്ഷേ ദ റീസൺ ഐ ക്രിയേറ്റ് കണ്ടന്റ്, എൻ്റെ ഇൻസ്റ്റയിലാണെങ്കിൽ ഓരോ AI ടൂൾസും, യൂട്യൂബിലാണെങ്കിൽ ഞാൻ ഫുൾ കോഴ്സസ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എങ്ങനെ AI ഉണ്ടാക്കണം, വാട്ട് ഇസ് AI മുതൽ, അല്ലെങ്കിൽ AI എങ്ങനെ ബിസിനസ്സിന്, സ്റ്റഡീസിന്, എവിടെ എൻ്റെ എംപ്ലോയീസ്. ഞാൻ അങ്ങനെ കുറേ ചാലഞ്ചസ് ചെയ്തായിരുന്നു. എൻ്റെ മുമ്പത്തെ ചാലഞ്ചിൽ കോഴ്സിൽ മോർ ദാൻ 4.5 lakh സ്റ്റുഡൻസ് സൈനപ്പ് ചെയ്തു. ഇറ്റ് ഈസ് എ ഫ്രീ കോഴ്സ്, 30-day ചാലഞ്ച് എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ ചാലഞ്ച് കോഴ്സ് ചെയ്യുന്നത് ഈസ് ജസ്റ്റ് സോ ദാറ്റ് പീപ്പിൾ ക്യാൻ ബി പ്രിപ്പയർഡ് അബൌട്ട് AI, യൂസ് AI ഇൻ ദ ഫ്യൂച്ചർ, വിച്ച് ഈസ് വെരി മച്ച് നീഡഡ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ലേൺ അബൌട്ട് AI, എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കാം, റൗൾ ദ റോക്ക് സ്റ്റാർ. ഇല്ല, പക്ഷേ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ലീവ് ദാറ്റ്. എൻ്റെ ഈ വഴിയാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ജസ്റ്റ് ലേൺ അബൌട്ട് AI, ബി അപ്ഡേറ്റഡ് അബൌട്ട് AI. ദാറ്റ് ഈസ് ദ ഓൺലി വേ യു ക്യാൻ ബി സർവൈവിങ് ഇൻ ദ ഫ്യൂച്ചർ. Not just AI, what is happening around you, you have to be updated about that. And because I'm not the best at that, but I try to. So yeah. ഈ AI സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്നെങ്കിൽ മനുഷ്യനകത്ത് സോഫ്റ്റ്വെയർ ചെയ്യണമല്ല, അല്ലാതെ തിരിച്ചു വരും. ആ ഒരു ഭയം വേണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൂടാതെ ഇന്നിപ്പോൾ കോണ്ടന്റ് തിയറിയുടെ 100ാം വാർഷികം ആഘോഷിക്കണം. ഏറ്റവും മൈന്യൂട്ട് അതായത് നമ്മുടെ ചിപ്പ്, മുടിനാഴയുടെ വലുപ്പമുള്ള ചിപ്പുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതും ഇതും തമ്മിലുള്ള മെർജ് ചെയ്യുന്നൊരവസ്ഥ വരുന്നുണ്ട്. പക്ഷേ ആളുകൾ ശരിയായ ശാസ്ത്രീയ വിദ്യാഭ്യാസം കൊടുക്കണം. ഒരുപാട് അങ്കലാപ്പ് സൃഷ്ടിക്കുന്ന ഈ പറഞ്ഞ പോലെ വ്യാജമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കിയേക്കണം, എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല പലരോടും ചോദിച്ചിട്ട്. കാരണം വെച്ചാൽ ഇത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ AI സ്വയം ചെയ്യുമോ? ഇത് നമ്മളങ്ങനെ ചെയ്യുന്ന സാധനം അവർ തിരിച്ചു വരുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ ഫീഡ് ചെയ്ത് മാത്രമേ വരുള്ളൂ. അതേക്കുറിച്ച് എനിക്ക് അറിയാവുന്നതോ. AI പിന്നിൽ വലിയ മാജിക്കൊന്നുമില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന മാത്തമാറ്റിക്സും ഒക്കെ ഉള്ളൂ, കണക്കുകളൊക്കെ ഉള്ളൂ. അത് കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ട് മനുഷ്യൻ പ്രോഗ്രാം ചെയ്തിട്ട് കമ്പ്യൂട്ടറിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് സ്വയം ഈ സിനിമയിൽ കാണുന്ന പോലെ എല്ലാം മനസ്സിലാക്കുന്ന, എല്ലാം പ്രവർത്തിക്കുന്ന യന്ത്രനൊന്നുമല്ല AI എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ പരിധിയിൽ തന്നെ നിൽക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. അതിൻ്റെ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ സാങ്കേതിക വിദ്യകൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ നമ്മൾക്ക് പരിമിതിയുണ്ട് ഇന്ത്യക്കാർക്ക്. നേരത്തെ ഒരാൾ ഓപ്പൺ മോഡലുകളുടെ കാര്യം പറഞ്ഞതുപോലെ, ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ AI മിഷനുണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെ പ്ലാനുകളുണ്ട്. ഇതെല്ലാം ഓപ്പൺ സോഴ്സ് മോഡലുകൾ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം ഇന്ത്യക്ക് സോഫ്റ്റ്വെയർ സൈഡിലും ഹാർഡ്വെയർ സൈഡിലും പരിമിതികളുണ്ട്. അപ്പം അത് മറികടക്കാനുള്ള ഏക വഴി ജനങ്ങളുടെ പവർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ധാരാളമായി ജനങ്ങളെ ഈ സാങ്കേതിക വിദ്യ ഉണ്ടാക്കാനും ഉപയോഗിക്കാനും പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ പരിധിയിൽ നിൽക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ആകണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. ജനാധിപത്യ വൽക്കരണവും നിയന്ത്രണവും ഒക്കെ ആവശ്യമാണ്. അടുത്ത ചോദ്യം. ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ എൻ്റർപ്രന്യൂറാണ്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, ഇപ്പം പുതിയ തലമുറയെക്കുറിച്ച് ഒരു ആകുലതയാണ്. അതായത് ഇന്നിപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് PG ടീച്ചേഴ്സ്, ലെക്ചേഴ്സ്, അപ്പോൾ അവരൊക്കെ പറയുന്ന കുട്ടികളുടെ അടുത്ത് ഒരു ടോപ്പിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറേ പേര് നേരെ പോയി AI ഫീഡ്ബാക്ക് എടുക്കുകയാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഈവൻ ഓൺ ദ ഹയർ സ്റ്റഡീസിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 40 പേരുടെ ഇരിക്കുന്ന ഒരു ക്ലാസ്സിലേക്ക് ഒരു ടോപ്പിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ PG ചെയ്യണം എന്നൊക്കെ പറയുമ്പം
ഇവരെല്ലാം ഈ ഒരു സോഴ്സിനെ തന്നെ കാര്യം സാർ പറഞ്ഞമാതിരി കുറേ എൻ്റർടൈൻമെൻറ്റിനൊക്കെ ആയിട്ട് പോകാനുള്ള ഇത് കിട്ടും, കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട, കൂടുതൽ റെഫർ ചെയ്യേണ്ട, ലൈബ്രറികളിൽ പോകണ്ട. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്കെല്ലാം ഈ കൊടുക്കുന്നത് ടീച്ചേഴ്സിന് അല്ലെങ്കിൽ അവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പലർക്കും തന്നെ ഇതെല്ലാവരും നിന്ന് എടുക്കുക. ഇങ്ങനെ ഒരു തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ ആ ക്രിയേറ്റിവിറ്റിയെയും അല്ലെങ്കിൽ അവരുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസിൻ്റെയും ഇതിനൊക്കെ എങ്ങനെ ഫ്യൂച്ചറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? കാര്യം 100 പേര് ഒരു ടോപ്പിക് എടുത്താൽ എല്ലാവരും 90ന് മുകളിലാണ് ആൻസർ ചെയ്യുന്നത് പോയിന്റ് വൈസ്. അപ്പോൾ ഈ 100 പേരിൽ ആരാണ് മിടുക്കൻ, അല്ലെങ്കിൽ എങ്ങനെ ഇനി ഏത് രീതി തലങ്ങളിൽ ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? അങ്ങനെ വരുമ്പോൾ ഇനി ഈ സ്കിൽഡ് ആയിട്ടുള്ളവരൊക്കെ ഫ്യൂച്ചറിൽ ഡോക്ടേഴ്സ് ആണെങ്കിലും എൻജിനീയേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും ഇവരൊക്കെ പഠിക്കാത്ത പലരും കുറേ പോയിന്റ് വൈസ് ഇപ്പം ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ കാണാപ്പാടം അറിയാം 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കും കിട്ടും. അപ്പോൾ ഇങ്ങനെ 4 പേര് ചോദിച്ചാൽ 4 ഫീഡ്ബാക്ക്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുമ്പം ശരിക്കൊരു റിയൽ കണ്ടന്റ് ഉള്ള ആരാണ് അതോ ഫ്രോഡ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ ഫ്യൂച്ചറിലേക്ക്? ഈ ഒരു പ്രശ്നം ലോകം മൊത്തം ഉള്ളതാണ്. എല്ലാ ടോപ്പ് യൂണിവേഴ്സിറ്റികൾ പോലും നമ്മുടെ സ്കൂളുകൾ കോളേജുകൾ എല്ലാം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഇതൊരു സാങ്കേതിക വിദ്യ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അതറിഞ്ഞുകൊണ്ട് അതുകൂടി ചേർത്ത് ബ്ലെൻഡ് ചെയ്തിട്ട് അറിവ് സൃഷ്ടിക്കുന്ന രീതിയിൽ നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ക്വാളിറ്റി ഉയർത്തുക. ഇപ്പോൾ ശാസ്ത്രത്തിൽ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് തോന്നിയാൽ നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാവും. സയൻസിൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഗ്ലോബൽ വാർമിങ് അല്ലെങ്കിൽ ക്ലൈമറ്റ്, വെതർ പോലെയുള്ള പ്രോബ്ലങ്ങൾ കമ്പ്യൂട്ടറുകൾക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് AI വന്നതോടുകൂടി അതിൻ്റെ സഹായത്തോടു കൂടി കൂടുതൽ മോഡലുകൾ വെച്ചിട്ട്, അതായത് നമുക്ക് ഹാർഡായിട്ടുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഫാർമസ്യൂട്ടിക്കൽ അല്ലേ, മരുന്നുകൾ ഉണ്ടാക്കുക എന്നുള്ള വലിയൊരു ചലഞ്ചാണ്. 10-15 വർഷമൊക്കെ എടുത്തിട്ടാണ് ഒരു ഡ്രഗ് വന്നിരുന്നത്. അത് ആക്സലറേറ്റ് ചെയ്യാനായിട്ട് ഇതുവഴി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് AI കൂടി ചേർത്ത വിദ്യാഭ്യാസത്തിനാണ് ഭാവി എന്ന് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അതുകൊണ്ട് AI കണ്ടന്റ് സ്വന്തമാക്കി മാറ്റി അവതരിപ്പിക്കുന്നവർക്കേ മാർക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. ഈ സെഷനിലെ അവസാന ചോദ്യത്തിലേക്ക്. ഹായ്, എൻ്റെ ക്വസ്റ്റ്യൻ ജിജോ സാറിനോടാണ്. മൈക്ക് ചേർത്ത് പിടി. ഈ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് വരുമ്പോൾ ഹ്യൂമൻസിന് ത്രെട്ട് ആവുമെന്ന് പറയുമ്പോൾ അത് ഏത് ഫോമിലാണ്? നമ്മുടെ ജോബ് റീപ്ലേസ് ചെയ്യുന്ന രീതിയിലാണോ അതോ ഹ്യൂമൻസിനെ മൊത്തത്തിൽ ഒരു ഹ്യൂമനോയിഡ് വന്ന് റീപ്ലേസ് ചെയ്യുന്ന രീതിയിലാണോ വരുന്നത്? പിന്നെ അത് കൂടാതെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ഇതിൻ്റെ ഒരു ഫോം ഓഫ് എക്സിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? നമ്മൾ ഈ ചില സിനിമകളിൽ കാണുന്ന പോലെ സെർവേഴ്സിൻ്റെ ഇടയിൽ, എനിക്ക് തോന്നുന്നു ജെയിംസ് ബോണ്ടിലാണോ മിഷൻ ഇമ്പോസിബിൾ ആണോ ഞാൻ ഓർക്കുന്നില്ല, സെർവേഴ്സിൻ്റെ ഇടയിൽ ലൈക്ക് അലൈവായിരിക്കുന്ന ഒരു അൽഗോരിതം, ആ രീതി ഇതിൻ്റെ ഫോം ഓഫ് എക്സിസ്റ്റൻസ് എങ്ങനെയായിരിക്കും ഒരു ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു സാധനം വരുമ്പോൾ? സൂപ്പർ ഇൻ്റലിജൻസ് വന്നു കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമൻ വാല്യൂസുമായിട്ട് അലൈൻ ചെയ്യാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നേക്കാം എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന ആ ഡേഞ്ചർ. അത് ഇപ്പോഴെല്ലാത്തിനും ഒരു ഹ്യൂമൻ സൂപ്പർവിഷനുണ്ട്, ഒരു ഹ്യൂമൻ കൺട്രോളുണ്ട്. പക്ഷേ സൂപ്പർ ഇൻ്റലിജൻസ് ഒരു ഹ്യൂമൻ കൺട്രോൾ ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. അത് എങ്ങനെ കൈവിട്ടു പോകും എന്നുള്ളതിനെ പറ്റിയാണ് ആശങ്കയുള്ളത്. അത് ഇപ്പോൾ സൂപ്പർ ഇൻ്റലിജൻസ് വരാത്തതുകൊണ്ട് നമുക്ക് അത് പറയാൻ വയ്യ. പിന്നെ സൂപ്പർ ഇൻ്റലിജൻസ് വരുമോ എന്ന് തന്നെ അറിയാൻ പാടില്ല. റൗളൊക്കെ വരും എന്നാണ് ഇപ്പം പറഞ്ഞത്. പക്ഷേ അതിനെപ്പറ്റി ഇതുണ്ട്, ചിലർ പറയുന്ന 10 വർഷം 20 വർഷം 100 വർഷം പല രീതിയിൽ പറയുന്നുണ്ട്. ഒരിക്കലും വരില്ല എന്ന് പറയുന്നവരുമുണ്ട്. കാരണം പക്ഷേ വന്നു കഴിഞ്ഞാൽ പറയപ്പെടുന്ന ഡേഞ്ചർ ഇതാണ്, മനുഷ്യൻ്റെ തീരുമാനങ്ങൾക്കപ്പുറം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം നിലവിൽ വരും എന്നുള്ളതാണ്. അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് ആശിക്കാം.